ഗീത 12-ാമത്തെ അധ്യായം ഭക്തിയോഗം. 9 മുതൽക്ക് ഭക്തിയോഗം തുടങ്ങിയിട്ടുണ്ട്. 10, 11, 12 ഭക്തിയോഗം. എന്താ ഈ ഭക്തി എന്ന് ആദ്യം അറിയണം. അപ്പം നമ്മൾ വിചാരിക്കുന്നത് രാമായണത്തിൽ പറഞ്ഞ കാര്യം തീർത്ഥസ്നാന തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ, ഇതൊക്കെ രാമായണം കർമ്മമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളിതൊക്കെയാണ് ഭക്തി ഉപയോഗിക്കുന്നത്. ഇതൊന്നുമല്ല ഭക്തി. എന്നിട്ട് ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിട്ടുണ്ടെന്ന് പിന്നെ പറയുന്നുണ്ട്. മനസ്സിൻ്റെ ഒരു ഭാവമായി ഭക്തി, ഈ കർമ്മങ്ങളല്ല. അപ്പം നമ്മൾക്ക് തീർത്ഥാടനവും കാര്യങ്ങളൊക്കെയാണ് ഭക്തി എന്ന് തോന്നുക. അവിടെയാണ് വിഷമം വരുന്നത്. തുളസീദാസ് ഭക്തിയെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജീവൻ ഈശ്വരനും സ്വയം വേർപാട് സ്വീകരിച്ചിട്ട് ആന്തരമായിട്ട് ഒന്നാവുക, ഇതാണ് ഭക്തി. അതായത് വാസ്തവത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഒരു അംശമാണ്. അപ്പോൾ ഭഗവാന് ഞാൻ വേർത് പിരിഞ്ഞ് സ്വന്തം ഭഗവാനെ പൂജിക്കാനും ഭജിക്കാനും രസിക്കാനും വേണ്ടിയിട്ട് ഭഗവാനൊന്ന് മാറി നിൽക്കുക ശരീരമായിട്ട്. കാരണം മമ ഈ വംശോ ജീവലോകം, ഞാൻ ഈ ഈശ്വര എന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണെന്ന് ഗീതയിൽ 15 പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന് ജീവൻ എങ്ങനെ സ്വമേധയ അറിഞ്ഞിട്ട് മാറി നിന്ന്, ബാഹ്യമായിട്ട് മാറി നിന്ന് ആന്തരമായിട്ട് ഒന്നാവുക, ഇതാണ് ഭക്തി. ഇപ്പം നമ്മൾ ബാഹ്യമായിട്ട് മാറി നിന്നിട്ടും ആന്തരമായിട്ട് ഒന്നാ തോന്നുന്നില്ല. നമ്മൾ മാറിയെന്ന് തോന്നുക. ഈശ്വരനൊന്ന് പറയും, ഞാനെന്ന് പറയും. ഇതിന് അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം രാമായണത്തിലെ ഭരതൻ്റെ കഥയാണ്. ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണൻ പോയി. ഭരതനും വേണമെങ്കിൽ പോകാമായിരുന്നു. ഞാനും പോയിരുന്നു പറഞ്ഞാൽ വയ്യാന്ന് പറയാൻ പറ്റില്ല. ശ്രീരാമനിൽ നിന്ന് വിട്ടു നിന്നു ഭരതൻ സ്വയം, തൻ്റെ ഇഷ്ടപ്രകാരം തന്നെ. എന്നിട്ട് രാമകാര്യം ചെയ്തു. ലോകസേവനമാണല്ലോ ചെയ്തത്. ഇതാണ് ഭക്തി. ഇപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈശ്വരന് വിട്ടു നിന്നിട്ടുണ്ട് നമ്മൾ ശരീരമായിട്ട്. പക്ഷേ ഈശ്വരനോട് സമ്മതപ്രകാരമാണ്, നമ്മുടെ ഇഷ്ടപ്രകാരം വേണമെങ്കിൽ ഈശ്വരനിലേക്ക് ചേരാനൊക്കെ കഴിയും. ലോകസേവനത്തിന് വേണ്ടി എന്ന് പറഞ്ഞത്, ലോകസേവനം പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരം മമത ഇല്ലാതെയാക്കലാണ് ലോകസേവനം. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന ഈ രാഷ്ട്രീയക്കാരൻ ലോകസേവനല്ല, അത് ലോകസേവനല്ല. അവിടെ അഹങ്കാരമുണ്ട്. ഈ അഹങ്കാരം ഇല്ലാതായിട്ട് വീണ്ടും ഈശ്വരനിലേക്ക് പ്രാപിക്കുക, ഇതാണ് ഭക്തി എന്നാണ് പറയേണ്ടത്. ഇവിടെ 2 തരം ഭക്തിയെ പറഞ്ഞു. ഒന്ന് ഏകദേശം ഒരു നിർഗുണ ഭക്തിയെ പറ്റി പറയും. 11-ലും 12-ലും അല്ല 10-ലും 11-ലും വ്യക്തമായിട്ട് അതിൻ്റെ സഗുണമായിട്ടാണ്. വിഭൂതിയും പിന്നെ വിശ്വരൂപ ദർശനവും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം ചോദിക്കുകയാണ്. 2 തരം ഭക്തിയെ പറ്റി പറഞ്ഞു ഇവിടെ. ഒന്ന് നിർഗുണ നിരാകാര ഭക്തി, മറ്റൊന്ന് സഗുണ സാകാര ഭക്തി. ഇതിലേതാ അധികം നല്ലത് എന്നാണ് ചോദിച്ചത്. അർജുൻ്റെ ചോദ്യം. ഏവം സതതയുക്തയേ ഭക്താസ്ത്വം പര്യുപാസതേ യേ ചാപ്യക്ഷരം അവ്യക്തം തേഷാങ്കേ യോഗവിത്തമ. ഏവം ഇങ്ങനെ പറഞ്ഞ പോലെ സതതം എല്ലായ്പ്പോഴും. ഈ യുക്തം, എന്താ യുക്തം എന്നുള്ള യുക്തി, ഇതൊക്കെ അർത്ഥം അറിയാനുള്ള ബുദ്ധിമുട്ട് വരും. 2 ശ്ലോകം കൊണ്ടാണ് യുക്തം എന്താണെന്നുള്ളത് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 6-ൽ 8-ാമത്തെ ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജയേന്ദ്ര യുക്ത ഇത്യുച്യത്തെ തദ്ദ സമലോഷ്ട അശ്മകാഞ്ചന. മണ്ണും കല്ലും സ്വർണവും മണ്ണെന്നെയാണത്. അവയ്ക്ക് വ്യത്യാസം നമ്മൾ സങ്കല്പിച്ചതാ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ആ മാതിരി വാസ്തവത്തിൽ ഈശ്വരനും ജീവനും തമ്മിൽ വേർപിരിയാൻ വയ്യ. കൂടിച്ചേരാൻ പറ്റാത്ത സാധനങ്ങൾ കൂടിച്ചേർന്നു എന്ന് തോന്നുന്നതിൻ്റെ പേരാണ് ആസക്തി. അപ്പോൾ എണ്ണയും വെള്ളവും കൂടിച്ചേരില്ല, എത്ര ഇട്ടാലും സാധിക്കില്ല. അപ്പോൾ കൂടിച്ചേർന്ന് തോന്നുക ആസക്തി. അപ്പോൾ സമലോഷ്ട ആശ്മന വെച്ചാൽ മണ്ണും കല്ലും സ്വർണ്ണം എന്ന് കാണിക്കാൻ കാരണം മണ്ണിൻ്റെ വികാരമാണ് കല്ല്, കല്ലിൻ്റെ വികാരം തന്നെയാണ് സ്വർണം. അതുപോലെ ഈ ലോകത്തിൽ കാണുന്നതൊക്കെ ഈശ്വരൻ്റെ വികാരമാണ്. അതൊക്കെ സമലോഷ്ട, എല്ലാം ഒരുപോലെയാണ്. വാസുദേവ സർവമിതി എന്ന് 7-ൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഭാവം ഉണ്ടല്ലോ. എന്നിട്ട് ഈശ്വരനെ ഉപാസിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ ഉപാസിക്കുക. അതാണെന്ന് ഒന്ന്. ഇനി 18-ാമത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടിയും പറയും.
യഥാ വിനീതം ചിത്തം ആത്മന്യേവാപതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥ. അവിടെയും പറയും. അവിടെയും തന്നെയാണ്. എന്താണത്? യഥാ വിനീയതം ചിത്തം, മനസ്സൊതുങ്ങുക. അങ്ങനെ വന്നാൽ അയാൾക്ക് മനസ്സൊതുങ്ങി കഴിഞ്ഞാൽ ഈശ്വരൻ്റെ തന്നെയായി. എന്നിട്ടും ഈശ്വരനെ വിട്ടിട്ടാണെങ്കിലും ഈശ്വരനോടൊന്ന് നിൽക്കുക. അപ്പോൾ ഏവം സതാ, എല്ലായ്പ്പോഴും യുക്ത എന്ന് പറഞ്ഞാൽ ശരിക്ക് യോഗം ചേർന്ന ആൾ, ഈശ്വരൻ എല്ലാം അറിഞ്ഞാണ്. ഭക്താസ്ത്വം പര്യുപാസത അങ്ങനെയാണോ? ചാപ്യാക്ഷരം. വേറെ ചില കൂട്ടർ അക്ഷരവും അവ്യക്തവുമായിട്ടുള്ള ഈശ്വരനെ ഭജിക്കുന്നുണ്ട്. ഇതിൽ ആരാണ് യോഗവിത്തമ, ഏറ്റവും അധികം നല്ല ആൾ, കേമൻ ആരാ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഇവിടെ നമുക്കൊക്കെ പറ്റുന്ന പോലെ തന്നെ അർജുനന് പറ്റിയ പോലെ നമുക്ക് പറ്റുന്നു പറയാനല്ലോ, നമുക്ക് പറ്റുന്നല്ലോ. അർജുനന് പറ്റിയ പോലെ അർജുനനോട് ഇതേ കാര്യം മുമ്പേ ഭഗവാൻ പറഞ്ഞതാണ്. 6-ാം അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. യോഗിനാമപി സർവേഷാം മദ്ഗതേനന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോമാം സമേ യുക്തതമോ മത. വളരെ വ്യക്തം. യോഗിനാമപി, കർമ്മയോഗി, ജ്ഞാനയോഗി, ഭക്തിയോഗി കൊണ്ട് അതിൽ യോഗിനാമപി സർവേഷാം മദ്ഗതേ, എന്നിൽ തന്നെ, അന്തരാത്മന, ഉള്ളിൽ എന്നിട്ട്, ശ്രദ്ധാവാൻ, ആരാണോ ശ്രദ്ധയോടുകൂടി എന്നെ ഭജിക്കുന്നത് അയാളാണ് ഏറ്റവും അധികം യുക്തതമൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇവിടെ ഭജിക്കുക എന്ന് പറയുമ്പോൾ ഭഗവാനും ഉണ്ടാവണം, ഭക്തനും ഉണ്ടാവണം, എന്നിട്ട് ഒന്നാവണം. അതാണ് ഈ ഭജനം. നിർഗുണഭക്തിയിൽ അങ്ങനെയില്ല. ഭഗവാനും ഭക്തരൊക്കെ ഒന്നാ. സഗുണഭക്തി നിർഗുണഭക്തിയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഈ സഗുണഭക്തി എപ്പോൾ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ഭഗവാനെ വിട്ടിട്ടാണ് നിൽക്കണം, എന്നിട്ട് ഭഗവാനായിട്ട് ഒന്നാവുക. മറ്റേത് നിർഗുണഭക്തിയിൽ ഭഗവാനിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തിനാ ഒരു ഭക്തി ചോദിച്ചാൽ അറിയില്ല, എന്നാലും അങ്ങനെ ഒന്നുണ്ട് എന്നറിയില്ല. പിന്നെ ആണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ആദ്യ ശ്ലോകത്തിൽ ഭഗവാനെ നിർഗുണഭക്തിയോ നല്ലത്, സഗുണഭക്തിയാണോ നല്ലത് എന്നാ ചോദ്യം. അപ്പോൾ അതിന് ഇനി ഭഗവാൻ മറുപടി പറയാൻ പോകുമ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് പറയേണ്ടത് വെച്ചാൽ വാസ്തവത്തിൽ ഇതിനൊരു ഉത്തരം പറയാൻ വയ്യ ഭഗവാൻ. കാരണം ഭഗവാന് രണ്ടില്ലല്ലോ, എല്ലാം ഒന്നല്ലേ. അവിടെ സഗുണഭക്തി ഇല്ല, നിർഗുണഭക്തി ഇല്ല. എങ്കിലും വ്യവഹാരത്തിന് സഗുണഭക്തിയും വേണം, നിർഗുണഭക്തിയും വേണം, എന്നാലേ സാധിക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉത്തരം പറയാം എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണത്തിൽ പറയാവില്ല, എന്തെങ്കിലും ഒന്ന് പറയാം. അർത്ഥം വാസ്തവത്തിൽ അതിനർത്ഥം അങ്ങനെ എടുക്കരുത്. ഒരമ്മ, ആ അമ്മയ്ക്ക് 2 മക്കൾ. ഒരു കുട്ടിക്ക് ഒരു 4 വയസ്സേ ഉള്ളൂ, 3 മകന് ഒരു 10-14 വയസ്സേ ഉള്ളൂ. അമ്മയുടെ ഏട്ടന് മക്കളില്ല. ഇവിടെ വന്ന് പെങ്ങളോട് പറഞ്ഞു, എൻ്റെ അവിടെ കുട്ടികളാരുമില്ല, നീ ആരെങ്കിലും ഒരു കുട്ടിയെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്ക്, അധികം ഇഷ്ടമുള്ള കുട്ടിയെ ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞു. ഇതിനെങ്ങനെയാണ് അമ്മ ഉത്തരം പറയുക? അധികം ഇഷ്ടമുള്ള കുട്ടിയെ പറഞ്ഞേക്ക്. അങ്ങനെ വിചാരം അമ്മയ്ക്ക് 2 കുട്ടികളും ഒരുപോലെ. പക്ഷെ അമ്മയ്ക്ക് അറിയാം, 14 വയസ്സായ കുട്ടിക്ക് അറിയാം അമ്മയുടെ വിഷമം. അങ്ങനെ അമ്മാവൻ വന്നിട്ട് പറയുമ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞാണ്ട് വയ്യ എന്ന് പറഞ്ഞപ്പോൾ, തീരെ നിവർത്തില്ല വെച്ചാൽ നിങ്ങൾ ആ 14 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ എന്ന് അമ്മ പറയില്ല. അവിടെ അധികം ഇഷ്ടമായിട്ടല്ല, മറ്റേ കുട്ടിക്ക് അമ്മയെ പിരിഞ്ഞിരിക്കാൻ വയ്യ. ഈ കുട്ടിക്ക് മനസ്സിലാവും എൻ്റെ. ഇതുപോലെ സഗുണഭക്തന് ഈശ്വരനെ പിരിഞ്ഞിരിക്കാൻ വയ്യ, ആൾക്ക് സാധ്യമല്ല. നിർഗുണഭക്തന് അവിടെ ഇരിക്കുമ്പോഴും ഈശ്വരനാണ്. മുമ്പ് പറഞ്ഞ മാതിരി, ഭരതൻ്റെ മാതിരി സ്വയം വിയോഗം സ്വീകരിച്ചിട്ടും ഒന്നിച്ചാവാം. ഇത് സാധിക്കും. അതേ ഇപ്പോൾ നമുക്കൊക്കെ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള അതിൽ ദേവതം ഭഗവാൻ പറഞ്ഞു, മയ്യാവേശ്യ മനോയേമാം നിത്യയുക്താം ഉപാസത്തെ ശ്രദ്ധയാ പരയോപേത സ്തേമേ യുക്തതമാ മത. മയ്യി ആവേശ്യ, ആവേശിക്കുക അതിനുള്ളിലേക്ക് കയറുക, ഉള്ളിലേക്ക് ഭഗവാനിലേക്ക്. മയ്യി ആവേശ്യ എന്തുകൊണ്ടാണ് കയറുക? ഈ ശരീരം കൊണ്ട് ഭഗവാന്റെ ഉള്ളിലേക്ക് കയറുക, മനസ്സുകൊണ്ട് ഭഗവാനിലേക്ക് കയറാൻ. ഈ ആവേശം മനോ യേ മാം നിത്യയുക്ത, അയാൾ നിത്യവും യുക്തൻ ഭഗവാനാണ്. എന്നിരുന്നത് ഉപാസത്തെ, ആസനം, ഒപ്പമിരിക്കുക ഭഗവാൻ. എങ്ങനെ? മനസ്സുകൊണ്ട്. ശരീരം കൊണ്ട് ഭഗവാന്റെ ഒപ്പം ഇരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ആരാണോ ഭഗവാന്റെ ഒപ്പം മനസ്സുകൊണ്ടിരിക്കുന്നത് ആ ആൾ ഉപാസത്തെ. അയാളെങ്ങനെയാണ്? ശ്രദ്ധയാ പരയോപേത, വളരെ വളരെ ശ്രദ്ധയോടുകൂടിയാണ്. വിശ്വാസവും ശ്രദ്ധയും കൂടി വ്യത്യാസമുണ്ട്. ശ്രദ്ധയിൽ ബുദ്ധിക്കാണ് പ്രാധാന്യം, വിശ്വാസത്തിൽ മനസ്സിനാണ് പ്രാധാന്യം. എപ്പോഴും ബുദ്ധിക്ക് പ്രാധാന്യം വേണം. ശ്രദ്ധയാ പരയോപേത തേ അങ്ങനെയുള്ള യുക്തതമാ മത. അവരാണ് യുക്തതമൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി.
ഏറ്റവും അധികം മറ്റവരൊക്കെ തന്നെയാണ് എന്നാണ് എൻ്റെ സിദ്ധാന്തം. മത എന്ന് പറയുന്നിടത്തൊക്കെ അഭിപ്രായം എടുക്കാൻ പാടില്ല, സിദ്ധാന്തമാണ്. അപ്പോൾ ആരാണോ ശ്രദ്ധയോടുകൂടി എന്നെ എപ്പോഴും ഭജിക്കാച്ചാൽ ഭഗവാനെ തന്നെ മനസ്സുകൊണ്ട് ആലോചിച്ചും ഭഗവാൻ തന്നെ ഇരുന്നും ആരിയ്ക്കണോ ആ ആളാണ് ഏറ്റവും അധികം നല്ലത്. അല്ലെങ്കിൽ യുക്ത തമൻ എന്നാണ്. അപ്പോൾ ആ പറഞ്ഞ മാതിരി ആ ചെറിയ കുട്ടിയുണ്ടല്ലോ, അതാണല്ലോ ബുദ്ധർ വരുന്നത്. മനസ്സെപ്പോഴും ഈശ്വരനാണല്ലോ. മറ്റൊരാൾക്ക് വലിയ കുട്ടിക്ക് അങ്ങനെ ഇല്ല ഉണ്ട്. ഇനി മറ്റേ ആൾ ത്വക്ഷരമനിർദ്ദേശം അവ്യക്തം പര്യുപാസതേ സർവത്രകം അചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം. ഈ വാക്കൊക്കെ പല പ്രാവശ്യം പറഞ്ഞാണ് അർത്ഥമുണ്ട്. ഇവിടെ അനന്യന വിയോഗ അതൊന്നുകൂടി പറയേണ്ടതുണ്ട്. കാരണം അനന്യയോഗം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പല പ്രാവശ്യം പറഞ്ഞു തന്നാലും പറയാൻ 3 കാര്യങ്ങളാണ് അനന്യത്തിന് വേണ്ടത്. ഒന്ന്, പ്രധാനപ്പെട്ട അന്യകാമനാരഹിതം. ഇതില്ലാണ്ട് ഭക്തി തുടങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് വിഷയങ്ങളും വേണം, മറ്റൊന്നും കിട്ടണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഭക്തിയല്ല. ഭഗവാനായിട്ട്, അതായത് ഞാൻ പൂർണ്ണനാവണമെന്നാ വാസലേ. നമ്മൾ നിസ്സാര കാര്യത്തിന് വിഷയങ്ങൾക്കാണ് ഭഗവാനെ ഭജിക്കുന്നത്. വാസൽ വിവരക്കെട്ടാണ്. പൂർണ്ണെന്ന് സാധിക്കുമ്പോൾ ആളെന്തിനാ ഇത്തരമല്ല. അപ്പോൾ അന്യ വിഷയങ്ങൾ കാമനാരഹിതമാവണം. അതാണ് ഒന്ന്. പിന്നെ ഒന്നുള്ളത്, ഒരേ കാര്യത്തിന് 5-6 ഈശ്വരന്മാരുണ്ടെങ്കിൽ അവർ ഇതിലാരെ വേണ്ടെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അന്യദേവതാവർജ്യം. ഒരു ദേവത ഈ പ്രകൃതിയുടെ ശക്തികളാണ്, അതിനെ വർജിക്കണം. ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. 3ാമത് അന്യസാധന നിരപേക്ഷം. അതായത് കുറച്ചു കാലം കർമ്മയോഗം, കുറച്ച് ഭക്തിയോഗം, കുറച്ച് ജ്ഞാനയോഗം, കുറച്ച് ധ്യാനയോഗം, അത് പാടില്ല. ഒന്ന് മാത്രം. ഏതാച്ചാൽ അത് ഭക്തിയാണെങ്കിൽ ഭക്തി, കർമ്മമാണെങ്കിൽ കർമ്മം, ജ്ഞാനാണെങ്കിൽ ജ്ഞാനം, ധ്യാനാണെങ്കിൽ ധ്യാനം മാത്രം. ഇവിടെ ഭക്തിയാണ് പറയുന്നത്. ആ ഭക്തി വേറെ ഒന്നുമില്ല. ഇങ്ങനെ 3 കൂടി ചേരുമ്പോൾ മാത്രമേ അനന്യഭക്തിയാവുള്ളൂ. അവിടെ ആ ആള്, രണ്ടാമത്തെ ആള് തൂ എന്ന് പറയാൻ സംസ്കൃതത്തിൽ എപ്പോഴും തൂ എന്ന് വെച്ചാൽ ഇതേവരെ പറഞ്ഞതല്ല പറയേണ്ടത് എന്നർത്ഥം. തൂ അക്ഷരം, ക്ഷരമില്ലാത്തത്, നശിക്കുക. അനിർദ്ദേശം, ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറയാത്തത്. അവ്യക്തം, ഇന്ദ്രിയങ്ങൾക്കൊന്നും ഗോചരമല്ലാത്തത്. എന്നെ പര്യുപാസതേ, സദാ ആരാണോ അങ്ങനെ ഉപാസിക്കുന്നത് ആ ഉപാസിക്കുന്ന ആള് അയാളെന്ത് ചെയ്യുന്നു? സർവത്രകം, അയാൾ എല്ലാ ദിക്കിലും അറിഞ്ഞതാണ്. അചിന്യം, ഒക്കെ നിർഗുണത്തിന് അചിന്യം ച കൂടസ്ഥം, മാറ്റം വരാത്തത്. ധ്രുവം, അതും ധ്രുവദക്ഷത്തിന് മാറ്റം. പിന്നെ അയാളെന്ത് ചെയ്യുന്നു? സംനിയമ ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയഗ്രാമങ്ങളെ മുന്നും വേണ്ട പോലെ നിയമനം ചെയ്ത് ഒതുക്കിയിട്ട്, ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സിൻ്റെ കീഴിൽ, മനസ്സ് ഈശ്വരൻ്റെ കീഴിൽ. അപ്പോൾ പിന്നെ അതിനൊന്നും വേറെ പോകാൻ സ്ഥലമില്ല. സംനിയമ ഇന്ദ്രിയഗ്രാമം. എന്നിട്ടോ അത് എങ്ങനെയാണ് ഈശ്വരനിലേക്ക് ചെന്നു ഇയാൾ എല്ലാം എന്നറിയാം? സർവത്ര സമബുദ്ധയ. നോക്കൂ, വളരെ മനസ്സിരുത്തണം. ബുദ്ധി കൊണ്ട് മാത്രമേ സമത പാടുള്ളൂ. ശരീരം കൊണ്ട് സമത കാണിക്കാൻ പാടില്ല. അല്ലേ? സത്യം ച സമദർശനം, ദർശനേ പാടുള്ളൂ. സത്യം ച സമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ തെറ്റും. അതിൻ്റെ ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. പശു, ഒരു ബ്രാഹ്മണൻ, ചോറ്, പുല്ല്. പുല്ല് പശുവിനും ചോറ് ബ്രാഹ്മണനും കൊടുക്കണം. അവിടെ സമദർശനം ഇല്ലാഞ്ഞിട്ടല്ല, എന്തിനാ മറ്റിച്ച് കൊടുത്തു പറഞ്ഞാൽ അങ്ങനെ വയ്യ. ഈ പുല്ല് പശുവിന് തിന്നാം, മനുഷ്യന് വയ്യ. അപ്പോൾ അതുകൊണ്ട് സമദർശനം എന്നുള്ളത് തെറ്റൊന്നും വന്നിട്ടില്ല. അവിടെ വിവേകമാണ് കാണിച്ചിട്ടുള്ളത്, വേർതിരിച്ചറിയാനുള്ള കഴിവ്. സമദർശനത്തിലും വിവേകം വേണം. വിവേകം ഇല്ലാണ്ട് കഴിഞ്ഞാൽ സമദർശനമാവില്ല, അത് വിവരമില്ലാത്ത ദർശനവും. അത് സാധിക്കണം. സർവത്ര സമബുദ്ധയ. ഈ സമത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ഗീതയ്ക്ക്. കാരണം യോഗത്തിൽ തന്നെ പ്രധാന 48 സമത്വം യോഗോവിച്ചത് 2:48 പറഞ്ഞു. സമത്വം എപ്പോഴും സമത്വം വെച്ചാൽ എന്തിലെ സമത്വം പാടുള്ളൂ? ബുദ്ധിയിൽ. എന്താണ്? ശാരീരികമായിട്ട് സമത്വം ഇല്ല. അങ്ങനെയുള്ള ആള് അവരെന്ത് ചെയ്യണു? മുമ്പേ മറ്റേ ആൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാ പറഞ്ഞു. ഇവിടെ നോക്കൂ, തേ പ്രാപ്നുവന്തി, അവൻ എന്നെ പ്രാപിക്കുന്നു. കാരണം അദ്ദേഹം
ഈശ്വരനും തമ്മിൽ ഒരു വിടവില്ല. ഒന്നായി തേ പ്രാപ്നുമതി മാം ഏവ, എന്നെ തന്നെ. എന്നെ വെച്ചാൽ പൂർണ്ണത. കൃഷ്ണനായിരുത് മാം പൂർണ്ണതയെ. അയാളെങ്ങനെയാണ്? അതെന്താ? അപ്പം അയാളുടെ ജീവിതം എങ്ങനെയാണ്? സർവഭൂത ഹിതേരത. പലരും ധരിക്കാറുള്ളത് എല്ലാവർക്കും സുഖം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഭക്തനെന്ന. അങ്ങനെയല്ല, വയ്യത്. കാരണം അത് സർവഭൂത ഹിതയല്ല. അയാൾക്ക് ഹിതമാവുക എന്താണതെന്നും സുഖം എന്താവും. സർവഭൂത സുഖേരഥ എന്നാണ് പലരും ധരിക്കുക. അങ്ങനെയല്ല. എല്ലാവരും സുഖം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സുഖം മറ്റൊരാൾക്ക് ദുഃഖവും. എല്ലാവർക്കും ഹിതം എന്താ? ഇപ്പോൾ കുട്ടിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അതിന് ഇഷ്ടമല്ല. പക്ഷെ അമ്മ സർവഭൂത ഹിതേരഥ ഉള്ള ആളാണ് കുട്ടികളുടെ. അപ്പോൾ ആ കുട്ടിയുടെ ഹിതം എന്താണെന്ന് വെച്ചിട്ട് നിർബന്ധിച്ചിട്ടും ആ കഷായം കൊടുക്കും. അപ്പോഴാണ് അമ്മയ്ക്ക് ആ കുട്ടിയുടെ സ്നേഹമുള്ളത്. അപ്പം നിനക്ക് കഷായം കുടിക്കാൻ ഇഷ്ടമല്ലേ, എന്നാൽ വേണ്ട എന്ന് പറഞ്ഞാൽ ആവില്ലേ? അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ? അത് പാടില്ല. ഓരോ വാക്കിനും ഗീതയിൽ അർത്ഥമുണ്ട്. സർവഭൂത ഹിതേരഥ. അയാൾ എന്ത് ചെയ്യുന്നു? ഈ ആള് രണ്ടാമത്തെ ഒരാൾ എന്നെ ഭജിക്കുന്നു, മറ്റേ ആൾ എന്നെ പ്രാപിക്കുന്നു. അതിൻ്റെ വ്യത്യാസം വന്നല്ലോ. സഗുണത്തിൽ ഭജനുണ്ട്, നിർഗുണത്തിന് ഭജനെന്ന് വയ്യ ഈശ്വരനാവുകയാണ്. ആ രണ്ടും വ്യത്യാസമില്ല, ഒന്നായി. അവിടെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ വ്യവഹാരത്തിന് സാന്നിധ്യവും അത് വളരെ കുറച്ച് ആൾക്കേ സാധിക്കുള്ളൂ. ഈ നിർഗുണഭക്തി. സഗുണഭക്തിയാണ് നമ്മളെ പോലുള്ള ആളുകൾക്ക് നല്ലത്. കാരണം ഇപ്പോൾ വിട്ടു നിൽക്കുകയാണല്ലോ ഭരതൻ്റെ പോലെ. എന്നിട്ട് ഈശ്വരനാവുക. അടുത്ത പറഞ്ഞു, ക്ലേശോ അധികരസ്തേഷാം അവ്യക്ത ആസക്ത ചേതസം അവ്യക്താക്കി ഗതിർ ദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ക്ലേശം കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്. അധികം കഷ്ടപ്പാടുണ്ട്. ഏതിന്? ശേഷം അവ്യക്ത ആസക്ത ചേതസം. അവ്യക്തമായ കൊണ്ട് ചേതസിൽ ആസക്തനായാലും. ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ബുദ്ധിക്കോ വ്യക്തമല്ലാത്തതാണല്ലോ ഈ നിർഗുണഭക്തി. അപ്പോൾ അതുകൊണ്ട് ഈശ്വരനെ ഭജിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുണ്ട്, ക്ലേശമുണ്ട്. ക്ലേശം അധികം പ്രകാശം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് വളരെ പ്രയാസമല്ല, അധികം കഷ്ടപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേനേക്കാൾ അധികം കഷ്ടപ്പാടുണ്ട്. സാധാരണ ഈ ഭക്തന്മാരെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ശ്രദ്ധിക്കാണ്ട് പറയുന്ന കൂട്ടർ ഭക്തി വളരെ എളുപ്പമാണെന്നും ജ്ഞാനം വളരെ കഷ്ടപ്പാടാണെന്നും അങ്ങോട്ട് പറഞ്ഞു പോയി. ഇതിൻ്റെ വാക്കാലോചിക്കില്ല. ഇവിടെ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഭക്തിയേക്കാൾ കഷ്ടപ്പാട് അധികമുണ്ട് ഈ നിർഗുണഭക്തിക്ക് സഗുണഭക്തിയേക്കാൾ എന്നാ പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതോ സഗുണഭക്തിക്കും വയറും നിറച്ച് കഷ്ടപ്പാടില്ലായിരുന്നില്ല, സൂത്രം കൊണ്ടൊന്നും നടക്കുന്നില്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിനേക്കാൾ എന്ന് പറയുമ്പോൾ അല്ലാണ്ട് അവ്യക്തമായതിന് വളരെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് വ്യക്തമായതിന് കഷ്ടപ്പാടൊന്നും ഇല്ല എന്നെടുക്കുക. അപ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് ആലോചനയില്ലാണ്ട് വളരെ അധിക തര. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയും ഇല്ലേ, നമ്മൾ പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഇല്ലേ, കമ്പാരിറ്റീവ് ഡിഗ്രി എടുത്തുള്ളത്. അതിനെ അപേക്ഷിച്ച് ഇതിന് അധികം വിഷമമുണ്ടെന്നേ പറയുള്ളൂ. അപ്പോൾ അതിനുണ്ടല്ലോ എന്ത് വിഷമമുണ്ട്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ സഗുണഭക്തി എളുപ്പമൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിനേക്കാൾ അധികരശേഷം അവ്യക്ത ആസക്ത ചേതസം അവ്യക്താക്കി ഗതിർ ദുഃഖം. ആ അവ്യക്തമായ ഗതി എന്താണെന്ന് മനസ്സിലാവാത്ത, ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വഴി അറിയാതെ നടക്കുന്ന ബുദ്ധി അത് വളരെ ജാസ്തി. വ്യക്തത വഴിയുണ്ടെങ്കിൽ 10 നാഴികയിലും വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നടന്നു പോവാം, അത് തന്നെ അറിയില്ല ചിലോ. അതുപോലെ അവ്യക്താക്കി ഗതിർ ദുഃഖം ദേഹവദ്ഭി അവാപ്യത. ദേഹമുള്ള നമ്മളിപ്പോൾ ദേഹം എന്നുള്ളത് തന്നെ എന്താണത്? വ്യക്തതാണ്, കാണാൻ പറ്റുന്നില്ല, അനുഭവിക്കില്ല. ആ ദേഹത്തുള്ള ആളുകൾക്ക് വ്യക്തമായ മാർഗ്ഗം എളുപ്പം, അവ്യക്ത മാർഗം വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ആ മാർഗത്തേക്കാൾ പൊതുവെ താരതമ്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ത്? സഗുണഭക്തി നിർഗുണഭക്തിയെ അപേക്ഷിച്ച് താരതമ്യേന അധികം എളുപ്പമാണ്. അവിടെ അധികം എളുപ്പം എന്നുള്ളൂ, എളുപ്പം എന്ന് പറയില്ല, അധികം ഒന്നും സാധിക്കുന്നു. ഇനി ഭഗവാൻ എന്താണ് ഭക്തി ഇത് പറയാൻ പോകണം. ഈ ഉപാസന ഏതു സർവാണി കർമാണി മൈ സന്യസ്യ മൽപര അനന്യേനേവ യോഗേന മാം ധ്യായന്ത ഉപാസത്തെ. ഇവിടെയുണ്ട് തൂ എന്നൊരക്ഷരം വരും. അതായത് ഈ രണ്ടും പറഞ്ഞതല്ല, ഇനി പുതുതായി പറയാൻ പോകുന്നത്. ഏതു സർവാണി കർമാണി, എല്ലാ കർമ്മങ്ങളെയും. എല്ലാ കർമ്മങ്ങളും പറഞ്ഞാലോ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ കർമ്മങ്ങളെല്ലാം തന്നെ, അല്ലാണ്ട് ശരീരം മാത്രമല്ല. ക്ഷേത്രത്തിൽ പോകുമ്പോൾ മനസ്സും വേണം. ഏത് സർവാണി കർമാണി മൈ സന്യസ്യ,
ഭഗവാനിൽ സന്യസിച്ചിട്ട്, സന്യസിക്കുക വേണ്ട പോലെ വയ്ക്കുക, സന്യസിക്കുക തൊടുക എന്നർത്ഥം. സന്യസിക്കുക എല്ലാം ഈശ്വരനിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വയ്ക്കുക, മനസ്സുകൊണ്ടേ വയ്ക്കുമല്ലോ, അതുകൊണ്ട് ശരീരം കൊണ്ടിട്ട് ഭഗവാനിൽ കൊണ്ടൊക്കെ പറ്റും. ഈ സന്യസ്യ അപ്പം ആരായി? മൽപര, ഞാനാണ് പരമമായ ലക്ഷ്യം എന്ന് മൽപര. എന്നിട്ട് അനന്യനെ, അപ്പം മുമ്പ് പറഞ്ഞില്ല അനന്യത, 3 കാര്യങ്ങളും. അനന്യനെ അതായത് അതോ നല്ലത് ഇതോ ശരിയും സംശയം ഉണ്ടാവാൻ പാടില്ല, ഇത് മാത്രമേ ഉള്ളൂ ഭക്തി. അനന്യേന യോഗേന മാം ധ്യായന്ത ഉപാസത്തെ, എന്നെ ആരാണോ ധ്യാനിച്ച് ഉപാസിക്കുന്നത്, വളരെ വളരെ പ്രധാനം. കാരണം ആസനം അടുത്തിരിക്കുക എന്നാണ്. ഭഗവാന്റെ അടുത്തിരിക്കുക ചിലപ്പോൾ ബിംബത്തിൻ്റെ അമ്പലത്തിൽ പോയിട്ട് ബിംബത്തിൻ്റെ അടുത്തിരിക്കാൻ പറ്റില്ലല്ലോ, സാധ്യമല്ല. അതിൽ മാത്രമല്ല ഈശ്വരനെ പൂർണ്ണന, അതിൻ്റെ അടുത്തിരിക്കുക. ധ്യായന്ത ഉപാസത്തെ, ധ്യാനമാണ്, ധ്യാനം കൊണ്ടാണ് ഭഗവാന്റെ അടുത്തിരിക്കുക, അല്ലാണ്ട് ശരീരം കൊണ്ടോ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല. അമ്പലത്തിൽ പോയിട്ട് ശാരീരികമായി പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും മനസ്സ് ഈശ്വരനില്ലെങ്കിൽ അതൊക്കെ വെറും കർമ്മമായി. നമ്മൾ അമ്പലത്തിൽ പോവാതെ വീട്ടിലിരുന്നിട്ട് ഭക്ഷണം തയ്യാറാക്കുകയാണ്, മനസ്സ് അവിടെയാണെങ്കിൽ അത് ഈശ്വര ആരാധനയായി. ക്ഷേത്ര ദർശനം ഇവിടെ ഇരുന്നിട്ടാവാം, ക്ഷേത്രത്തിൽ പോകണമെന്നില്ല, പോയാൽ എളുപ്പമുണ്ട്, വേണ്ടാന്ന് പറയല്ല. അവിടെ പോയാലും ഇവിടെ പോയാലും മനസ്സ് ഈശ്വരനിലാണെങ്കിൽ അതൊക്കെ എന്തായി? ഭക്തിയായി, ഉപാസന. അത് സാധിച്ചാൽ അല്ലാണ്ട് നിങ്ങൾ ഈശ്വരൻ അമ്പലത്തിൽ തന്നെയാണ് ദിവസവും താമസം തന്നെ, പക്ഷേ മനസ്സ് മുഴുവൻ വിഷയങ്ങളിലാണെങ്കിൽ അമ്പലത്തിൽ താമസിച്ചതൊന്നും ഉണ്ടായിട്ടുള്ളൂ, യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല, ഭക്തിയൊന്നും ഉണ്ടായിട്ടില്ല. ആസം ഇങ്ങനെ ചെയ്യുന്ന ആളെ ആര്? സദാ മനസ്സ് ഈശ്വരനില്ലെങ്കിൽ പോവാൻ ശ്രമിക്കുക. അങ്ങനെ പോവുമൊന്നുമില്ല മനസ്സ്, കാരണം നമുക്ക് വിഷയങ്ങളിൽ 100 കാര്യങ്ങൾ പോകുമ്പോൾ മനസ്സൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ പിടിച്ചു കൊണ്ടുവരേണ്ടി വരും. എന്നിട്ട് എന്ത് വേണം? സെപ്പറേറ്റിന് പറഞ്ഞാണ് പ്രജഹാദി യഥാ കാമൻ സർവാൻ പാർത്ഥ മനോഗതാൻ, മനസ്സിൽ വരുന്ന കാമങ്ങളെ അപ്പപ്പോൾ വലിച്ച് എറിയുന്ന ആളാണ് സ്ഥിതപറ്റി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അർത്ഥം മനസ്സിൽ കാമങ്ങൾ വരുന്ന അർത്ഥം. ആർക്ക്? സ്ഥിതപറ്റിന് പോലും. അപ്പോൾ പിന്നെ നമ്മുടെ കഥ പറയണ്ടോ? തേഷാം അങ്ങനല്ല, ആര്? ഉപാസേ, ഭഗവാനെ ഉപാസിക്കാം. അല്ലെ സമുദ്ധർത്ഥ, വേണ്ട പോലെ ഉദ്ധരിക്കുന്നു, മുകളിലേക്ക് എടുക്കുന്നു. ഈ ചോട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ ഇതിനോട് ഒട്ടലുള്ളത്. ഇതെന്നാണ്ട് വിട്ട് കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ സ്പേസിലൊക്കെ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഈ ഗ്രാവിറ്റേഷൻ വലിവ് ഒരു സ്റ്റേജ് വരെയുള്ളൂ, അന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടില്ല. അപ്പം ഈ മനസ്സൊക്കെ കണ്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ ശരീരമൊക്കെ പെട്ടെങ്കിലും അയാളുടെ ആത്മാവും ബോധമൊക്കെ ഈശ്വരന് അല്ലെ എന്താണ് സമുദ്ധർത്ത. എന്തെന്ന് ഓരോ വാക്ക് പറയുമ്പോഴും ഗീതരെ രസിക്കത്തും തോന്നും. മൃത്യു സംസാര വർത്തമാനാൻ, സാഗരാൻ, സാഗരം എല്ലാ ദിക്കിലും വെള്ളം അല്ല. നമ്മുടെ ഈ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമുള്ളത് മരണമാണ്. മരണം വെച്ചാൽ എന്താ അർത്ഥം? നമുക്ക് വിചാരം ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരാളെ പറ്റി ഓർമ്മ വരിക. ഗീത വളരെ ശാസ്ത്രഗ്രന്ഥമാകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നു. മൃത്യു എന്ന് പറഞ്ഞാൽ നാമരൂപത്തിൽ മാറ്റം വരിക എന്നർത്ഥമേ ഉള്ളൂ, നശിക്കുക എന്നർത്ഥമില്ല. ഇതുപോലെ വെച്ചാൽ മരം എന്നതിൻ്റെ നാമരൂപം മാറിയിട്ട് ആണ് മേശ എന്നാവുന്നത്. അപ്പോൾ മരം മരിച്ച് മേശ ഉണ്ടായി, ഒരു വ്യത്യാസമൊന്നുമില്ല, മരം തന്നെയാണ്. ആ മേശ നീ മരിച്ചാൽ അത് വിറകാവും, അങ്ങനെ വരുമല്ലോ. ആ വിറക് നശിച്ചാൽ അത് വെണ്ണീറാവും, വെണ്ണീർ നശിച്ചാൽ അത് വളാവും, അത് നശിച്ചാൽ വീണ്ടും മരാവും. അപ്പോൾ ഒരു ചുറ്റു വന്നു, നൈട്രിക് സർക്കിൾ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അയാൾക്ക് പിന്നെ എന്തുണ്ട്? മൃത്യു സംസാരം ഉണ്ടല്ലോ, ഇങ്ങനെ മാറുന്നുണ്ടല്ലോ, അതില്ലാതെ. കാരണം അയാൾ ഉപാസത്തെ ഒപ്പരിക്കുകയാണ് ഭഗവാന്റെ. തേഷാമഹം സംഭർത്ത മൃത്യു സംസാര സാഗരാൽ ഭവാമി നചിരാൽ പാർത്ഥ. അചിരാൽ, താമസമില്ലാതെ എന്നാണ് ചിലരെടുക്കുക. ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉടനേന്നാ. താമസമില്ലാണ്ടേ ഉടനെ തന്നെയല്ലേ. നചിരാൽ പാർത്ഥ. അയാളെങ്ങനെയാണ്? മൈ ആവേശിത ചേതസ്സാം, അവൻ്റെ ചേതസ് മനസ്സ് എന്നിൽ ആവേശിക്കുക, വന്ന് ചേരുക. ഇപ്പോൾ ഭക്തൻ വേറെയാണെന്ന് തോന്നണമല്ലോ, അയാൾക്ക് ആ വേറെയാണെന്ന് തോന്നലല്ലായിട്ട് ഞാൻ ഈശ്വരനിൽ തന്നെയാണ് ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ ഈശ്വരനിലേക്കായി ലയിച്ചു, ഈശ്വരൻ ഒന്നായി. ശരിക്കും പറഞ്ഞാൽ നിർഗുണ ഭക്തി തന്നെ അവിടെ വരെ എത്തി. അതല്ല പറയണത്, സഗുണ ഭക്തിയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആൾ എന്നിൽ തന്നെ എത്തുന്നു. ഇവിടെ ആവശ്യം നമ്മൾ വാസ്തവത്തിൽ ഭഗവാന് നമ്മളാരും പിരിഞ്ഞിട്ടില്ല, പിരിയുക. കാരണം ഭഗവാൻ സർവത്ര നിറഞ്ഞതാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഞാൻ വേറെ നിൽക്കുക? അങ്ങനെ വയ്യല്ലോ. സങ്കല്പം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവും. സങ്കല്പിക്കുമ്പോൾ
ഒന്നിച്ചും ആവാം, സങ്കല്പം കൊണ്ട് വേറെ ആവാം, സാധിക്കുമല്ലോ. അപ്പോൾ അകലിരിക്കുന്ന ഒരാളെ സങ്കല്പിച്ചിട്ട് നമുക്ക് അടുത്താക്കാം, നിൻ്റെ അടുക്കായിരിക്കണം തോന്നും. മറ്റൊരാളുടെ അയാളുടെ സങ്കല്പം തന്നെ ഇല്ല വെച്ചാൽ അയാൾ കുറേ അകലെയാവാം. അടുത്തിരിക്കുന്ന ആളും അയാളെ പറ്റി ഒന്നും നമ്മൾ സങ്കല്പിക്കില്ല വെച്ചാൽ നമ്മളായിട്ട് ഈ ശാരീരിക ബന്ധം എന്നല്ലാണ്ട് ബാക്കി കാര്യത്തിൽ ഒരു ബന്ധമില്ല. ആരോ ഒരാളിരിക്കണം അറിയണമെന്നില്ല. മകൻ അമേരിക്കയിലാണെങ്കിൽ അവളായിരിക്കാൻ വലിയ സങ്കല്പമാണെങ്കിൽ മകൻ്റെ അടുക്കായിരിക്കും. അപ്പോൾ ഈ അകലി അടുത്തെന്നൊക്കെ പറഞ്ഞത് സങ്കല്പത്തിന് ശക്തിയാണ്. അങ്ങനെയുള്ള ആൾക്ക് മയ്യ ആവേശ മയ്യേവ അതിന് ഇനി എന്ത് വേണം? അപ്പോൾ ഇവിടെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞു, ഈശ്വരൻ എത്തിലാണ്, അല്ലെങ്കിൽ ഈശ്വരൻ ആവല്, എത്തിലല്ല. ഇപ്പോൾ തന്നെ നമ്മൾ ഈശ്വരനാണ്, ഈശ്വരനെ എത്തുക എന്നാ പറയുക, ഈശ്വരൻ ആവല്. ഇപ്പം എന്താ ഈശ്വരൻ ആവാതിരിക്കാൻ കാരണം? 2 കാരണങ്ങളെ കൊണ്ടാണ് ഈശ്വരനെ വിട്ടിരിക്കുന്നത് നമ്മൾ. കാരണം ഒന്ന് മനസ്സും ഒന്ന് ബുദ്ധിയും. ഇത് രണ്ടും ഇപ്പോൾ ഈ നശിക്കുന്ന അല്ലെങ്കിൽ മാറ്റം വരുന്ന, നശിക്കുക എന്ന വാക്ക് പിന്നെയും പറയാൻ എനിക്കിഷ്ടമല്ല, മാറ്റം വരാം നാമരുകൾ എന്ന ഈ പ്രപഞ്ചത്തിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും മാറ്റം വരും. എപ്പോഴും മാറ്റം വരുന്ന ആൾക്ക് സമാധാനം ഉണ്ടാവുക, ശാന്തി ഉണ്ടാവാൻ വയ്യ. ഇപ്പോൾ കസാലയിലിരിക്കുകയാണ്, കസാലയിൽ ഇങ്ങനെ എപ്പോഴും ഇളകുകയാണെങ്കിൽ എന്തൊരു സൗകര്യക്കടനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് സ്ഥിരമാവണം. അപ്പോൾ സ്ഥിരമാവേണ്ടത് മനസ്സും ബുദ്ധിയാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇനി 3 ശ്ലോകങ്ങളെ കൊണ്ട് ഭക്തി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറയണം. മയ്യേവ മന ആതൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. മയ്യേവ മയി ഏവ എന്നിൽ തന്നെ, ഏകാഗ്രതയും ഏകാന്തതയും വേറെ ഒന്നിലും പോലെ. മയ്യേവ മന ആസൽസ്വ മനസ്സിനെ എന്നിൽ തന്നെ വയ്ക്കേ. മയി ബുദ്ധിം നിവേശയ ബുദ്ധിയെ എന്നിൽ നിവേശിപ്പിക്കുക, അതിൻ്റെ ഉള്ളിലേക്കാക്കും. മനസ്സിനേക്കാളും ബുദ്ധിമുട്ടുള്ള ബുദ്ധിയെ അത് അതിൻ്റെ ഉള്ളിലേക്കാക്കുക. അപ്പം നീ ആരായി? നിവസിഷ്യ മയ്യേവ. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സും ബുദ്ധിയും എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സും ബുദ്ധിയും സിനിമയുടെ ഹാളിലാണെങ്കിൽ ഞാൻ ശരീരം കൊണ്ട് ഇവിടെയാണെങ്കിലും ഞാൻ അവിടെ ഇരിക്കുന്നു. നേരെ മറിച്ച് സിനിമാ ഹാളിൽ ഇരിക്കുമ്പോഴും എൻ്റെ ബുദ്ധിയും മനസ്സും ഈശ്വരനാണെങ്കിൽ ഞാൻ ഈശ്വരനാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ഥലത്തിനല്ല, മനസ്സും ബുദ്ധിയും എവിടെ ഇരിക്കണോ ആ ആളാണ് അവിടെ ഇരിക്കണം. മയ്യോ മനസ്സും ഇത് എന്തുകൊണ്ടാണ് ഇതിവിടെ ഈ മനസ്സും ബുദ്ധി ഇരിക്കാത്തത് എന്നാണത്തെ ചോദ്യം. നമുക്ക് അത് വേണമല്ലോ. നമുക്ക് ഒരു മറവ് വന്നിരിക്കണം. ഞാൻ എന്ന് പറയുമല്ലോ, എല്ലാവരും പറയും ഞാൻ. ആരായി ഞാൻ? അതോ ഈശ്വരൻ്റെ അംശമാണ്. ഈശ്വരനും ഞാനും ഒന്നാണ്, ഒരേ സജാതീയാണ്. കാരണം ഈശ്വരൻ്റെ അംശമാണ്. ഒരു കണലിൻ്റെ കട്ടയും അഗ്നിജ്വാലയും യാതൊരു വ്യത്യാസമില്ല, രണ്ടിലും അഗ്നിയാണ്. പക്ഷേ നമ്മളത് മറക്കണം, ഞാൻ വേറെയാണ് എന്ന് തോന്നുക. ഇത് എളുപ്പമാണ്, അങ്ങനെയല്ല എന്നുള്ളത്. ആത്മാവും ജീവനും ഒന്ന്, മനസ്സും ബുദ്ധിയും ഈ പ്രകൃതിയാണ്. കാരണം അവയ്ക്ക് മാറ്റം വരുന്നു, മനസ്സും ബുദ്ധിയും മാറുന്നുണ്ട്. ഇപ്പോൾ സംസാരം എന്നുണ്ടല്ലോ, അതിനെ ഒന്നിനെ അറിഞ്ഞാൽ ശരീരം എന്താണെന്ന് അറിഞ്ഞു, ശരീരം എന്താണെന്നറിഞ്ഞാൽ സംസാരം എന്താണെന്ന് അറിഞ്ഞു. ഇതുപോലെ മണ്ണ് കുടം ഉണ്ടായിട്ട് അത് മണ്ണാണെന്നറിഞ്ഞാൽ എല്ലാ മണ്ണിനെയും അറിഞ്ഞു. അതുമാതിരി മണ്ണെന്താന്ന് പറഞ്ഞാൽ കുടം എന്താ അറിയും. ഇതുപോലെ ആത്മാവ് എന്താ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയും, ഈശ്വരൻ എന്താണെന്ന് പറഞ്ഞാൽ ആത്മാവിനെയും അറിയും, എന്നെ അറിയും. ഇപ്പം നമ്മൾക്ക് ഇത് ഒരു കൂട്ടിക്കുഴച്ചിരിക്കുക, ഈ ആത്മാവിനെയും ശരീരത്തിനെയും കൂട്ടിക്കുഴച്ചിരിക്കുക. അതൊന്ന് മാറിയാൽ പിന്നെ പ്രശ്നമില്ല. കാരണം സദാ മാറുന്ന മനസ്സും ബുദ്ധിയും, ഒരിക്കലും മാറാത്ത ആത്മാവും ഈശ്വരനും. ഞാൻ ആരാ? ഇത് ആത്മാവാണ്, സംശയമില്ലല്ലോ. അതിൻ്റെ അംശം എന്ന് പറഞ്ഞിട്ടല്ലോ. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരേ സമയത്ത് ഈ ഇളക്കമില്ലാതെയും കൂടി പറ്റില്ല. ഇപ്പം ശരീരത്തിൽ ഞാൻ ഇളകാതെ നിൽക്കണു, മനസ്സും ബുദ്ധിയും ഇളകണു എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചെറുതാവണം. ഞാൻ സർവ്വതം എന്ന് പറഞ്ഞാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ഇളകുക? വയ്യല്ലോ. ബുദ്ധി മനസ്സിലാവുന്നുള്ളൂ പറയുന്നത്. ഇത് സാധിക്കാൻ അപ്പം എന്ത് പറയുന്നു? ഇവിടെ മനസ്സിനും ബുദ്ധിക്കും വിചാരം ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ നിൽക്കാൻ സാധിക്കുന്നൊരു തോന്നല വയ്യ. കാരണം മനസ്സും ബുദ്ധിയും ബോധത്തെ അപേക്ഷിച്ച് സാപേക്ഷണം, നിരപേക്ഷല്ല. അപ്പോൾ അവയ്ക്ക് നിൽക്കണമെങ്കിൽ ആത്മാവിൻ്റെ ആശ്രയം ഇല്ലാതെ മനസ്സിനും ബുദ്ധിക്കും നിൽക്കാൻ പറ്റില്ല. ഈ ആശ്രയം എന്താണെന്ന് പറയാണ് ഭാഗവതം. ഇതൊക്കെ വളരെ മനസ്സിലാക്കണം, കഥ പറയല്ല.
ആ ആശ്രയത്തെ വിട്ടിട്ട് മനസ്സിന് ബുദ്ധിക്ക് നിൽക്കാൻ വയ്യ. ഇപ്പോൾ മനസ്സിന് ബുദ്ധിൻ്റെയും തെറ്റായ കാരണം കൊണ്ട് അവർക്ക് സ്വയം തന്നെ നിൽക്കാൻ വിചാരിക്കാം. അതൊന്ന് ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, മനസ്സിനും ബുദ്ധിക്കും മനസ്സിലാവും ഈ ബോധത്തിൻ്റെ സഹായമില്ലാതെ ഞങ്ങൾക്കൊന്നും വയ്യ. ഇതുപോലെ തിരക്ക് ആശ്രയം സമുദ്രത്തിന് ആശ്രയം തിരയല്ല. സമുദ്രം ഇല്ലെങ്കിൽ തിരക്കൊന്നും വയ്യ, തിരകളൊന്നുമില്ലെങ്കിലും സമുദ്രം കൊടുക്കും. ഇതുപോലെ ഭഗവാൻ അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ബുദ്ധിക്കും മനസ്സിനും യാതൊരു സ്ഥലമില്ല. മനസ്സും ബുദ്ധി ഇല്ലെങ്കിലും ഞാൻ അവിടെ ഇരിക്കും. ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടാണ്, അല്ലല്ലോ. അതുകൊണ്ട് ഇത് മനസ്സിലായാൽ പിന്നെ മനസ്സിനെയും ബുദ്ധിയും ഈശ്വരനിൽ വയ്ക്കാൻ ഒരു പ്രയാസമില്ല. ഇപ്പം നമ്മൾ അത് ചിന്തിക്കാഞ്ഞിട്ടാണ് മനസ്സും ബുദ്ധിയും വേറെ വരിക. അതിനെ അങ്ങോട്ട് മയ്യേവ മന ആദർശ മൈ ബുദ്ധി നിവസിശിഷ്യ മയ്യേവ അത് ഊർധ്വം എന്ന സംശയം. ഇത് കഴിഞ്ഞാൽ ഊർധ്വം മുകളിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പോരാ. ഇപ്പോൾ വിട്ടത് ഇതൊന്ന് ഈ പരിമിതത്തിൽ നിന്ന് വിട്ടിട്ട് പൂർണ്ണതയിലേക്ക് അവിടെ സാധിക്കും. ഇതിനൊരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചി എന്ന് വിചാരിക്കുക. അതിൽ തുഴയാൻ പങ്കായ ഉണ്ടാവും. അത് 4-5 വയ്ക്കും ഉണ്ടാവുന്നുണ്ട്. 5 ചുക്കാൻ പിടിക്കേണ്ട ആൾ, അതിൽ ഒരാളേ ഉള്ളൂ. അങ്ങനെ ഇത് 3 കൂടിയിട്ടാണ് യാത്ര. ഈ ജീവൻ്റെ യാത്ര ശരീരമാകുന്ന വഞ്ചിയിൽ, ഇന്ദ്രിയങ്ങളാകുന്ന പങ്കായങ്ങളിൽ, ബുദ്ധിയാകുന്ന ചുക്കാൻ പിടിച്ചിട്ട് ഇത് 3 ഇല്ലാണ്ട് യാത്ര വയ്യ. ഇതിൽ പങ്കായം വെറുതെ തുഴയിലും വേണേയുള്ളൂ. ചുക്കാനില്ലെങ്കിൽ ഉദ്ദിഷ്ടത്തില്ല. മനസ്സ് മാത്രമേ ഉള്ളെങ്കിൽ, ബുദ്ധിയില്ലെങ്കിൽ ഉദ്ദേശത്തില്ല. നേരെ മറിച്ച് ചുക്കാൻ മാത്രമേ പിടിക്കണുള്ളൂ, പങ്കായില്ല. ബുദ്ധി വളരെ വേഗമാണ്, മനസ്സൊന്നും എണ്ണിക്കില്ല. അപ്പോൾ വഞ്ചി അനങ്ങനില്ല. അപ്പോൾ രണ്ടും വേണം. വഞ്ചി വേണം, പങ്കായം വേണം, ചുക്കാൻ വേണം. അതായത് ശരീരം വേണം, മനസ്സ് വേണം, ബുദ്ധി വേണം. അത് വേണ്ടമാതിരി പ്രവർത്തിച്ചാൽ ലക്ഷ്യത്തിൽ അവിടെ എത്താം. അതാവ് ഭഗവാൻ പറഞ്ഞു. ഇത് രണ്ടും അവിടെ ചെന്നാൽ എന്തായി, പങ്കായുമുണ്ട്, പിന്നെ ചുക്കാനുണ്ട്. ഇതിൽ പിടിച്ചിട്ട് അത് വേണ്ടമാതിരി ചെയ്താൽ ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തും. മയ്യേവ മന ആദർശ മൈ ബുദ്ധി നിവസിഷ്യസി മയ്യേവ അത് ഊർധ്വം ന സംശയ. എന്താ ഇങ്ങനൊരു സംശയം എന്ന് പറയാൻ കാരണം, നമുക്ക് ഇപ്പോഴൊരു സംശയമുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടുമോ എന്നുള്ളതൊരു സംശയം നമുക്കുണ്ട്. അത് അർജുനനും ഉണ്ടായിരുന്നു. അതില്ല, സംശയമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് തപസ് ചെയ്താലൊക്കെ അല്ലെങ്കിൽ ചിന്തിച്ചാൽ ധ്യാനം കൊണ്ടൊക്കെ ഈശ്വരനെ കിട്ടുമോ? ഈശ്വരനെ കിട്ടാനുള്ളതാണെന്ന് അപ്പോഴും നമ്മുടെ വിചാരം. ഉണ്ടാക്കണം എന്നാ, ഇതാവശ്യമില്ല. ഇപ്പോൾ ചാക്കോല് ഉണ്ടാക്കലും ചാക്കോല് കിട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടാക്കാൻ ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കുള്ളൂ. ഈശ്വരനെ ഉണ്ടാക്കണ്ട, ഈശ്വരൻ ഉള്ളതാണ്, മറന്നിരിക്കുകയാണ്. അപ്പോൾ അന്ന് കിട്ടുകൊണ്ടു. ഞാൻ പറഞ്ഞ കഥ അറിയാൻ നിങ്ങൾക്ക്. കണ്ഠമാല, കഴുത്തിലെ സ്വർണ്ണമാല കാണാനില്ല എന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ അവരെ കഴുത്ത് തന്നെ കിടക്കുന്നത്, മറന്നതാ. ഇതുപോലെ ഈശ്വരനിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഒരു ഗുരുനാഥൻ പറയണം എന്തെന്ന്, നീ തന്നെയാണ് ഈശ്വരൻ. അതാണ് തത്വമസി ഗുരുനാഥൻ പറയുന്നത്. അപ്പോഴാണ് പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായിരുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമല്ലോ. അതെ, അത് എന്നാൽ ശക്നോഷി മൈസ്തനം അഭ്യാസയോഗേന. ഇത് പറ്റില്ലെങ്കിൽ എന്ത് അടുത്തത് അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. ഗീത ഒക്കെ പഠിക്കുമ്പോൾ ആദ്യം വായിക്കുമ്പോൾ ഒരു അർത്ഥം തോന്നും, പിന്നെ വായിക്കുമ്പോൾ അധികം അർത്ഥം തോന്നും. ഇപ്പോൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ കുറേയൊക്കെ മനസ്സിലാവും. അതുകൊണ്ടായില്ല, വീണ്ടും ഇരുന്ന് ചിന്തിക്കണം. അപ്പോൾ പുതിയ അർത്ഥം ഉണ്ടാവും. എനിക്ക് ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ട് ഓരോ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അർത്ഥം തന്നെ മറ്റാൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതെ, അനുഭവം എന്ന് വരുമ്പോൾ പിന്നെ പുതിയ അർത്ഥം ഉണ്ടാവും. അതെ, അത ചിത്തം. ഇങ്ങനെ ഈ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ പൂർണ്ണതയിൽ വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ സമാധാതും സമ്യക്കാവും വണ്ണം ആധാതും വെക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ന ശക്നോഷി, നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ മൈ സ്ഥിരം, എന്നിൽ സ്ഥിരമായിട്ട് എന്ത് മുമ്പ് പറഞ്ഞ കാര്യം വെക്കാൻ സാധിക്കില്ല. പിന്നെന്താ അഭ്യാസയോഗേന തതോ മാപി ചാപ്തും ധനഞ്ജയ. അഭ്യാസയോഗം കൊണ്ട് നീ എന്നെ പ്രാപിക്കാൻ ശ്രമിക്കും. ഇവിടെ രണ്ടും കൂടി വ്യത്യാസമുണ്ട്. വെറും അഭ്യാസവും അഭ്യാസയോഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. അഭ്യാസം എന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്യലെന്ന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് അത് സർക്കസിലൊക്കെ അല്ലേ അഭ്യസിക്കുന്നത്? ആ അഭ്യാസ അല്ലേ ശാരീരികം മാത്രം. അതുപോലെ അഭ്യാസയോഗം വേണം. യോഗത്തിന് വേണ്ടി അഭ്യസിക്കണം.
അതായത് ഇതെല്ലാം ഈശ്വരനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത്തിന് മാത്രമേ വിലയുള്ളൂ. വെറും അഭ്യാസമായാൽ സർക്കസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം എന്ത് അഭ്യാസം കൊണ്ട് കിട്ടുമല്ലോ, അതൊക്കെ ശാരീരിക ആണുള്ളൂ. ഇവിടെ വേണമെങ്കിൽ അഭ്യാസ യോഗം വേണമെങ്കിൽ മനസ്സുണ്ടാവണം. അഭ്യാസ യോഗേന തതോ മാം ഇച്ഛാബ്ദം, എന്നെ കിട്ടാനായിട്ട്. എന്നെ കിട്ടുക വെച്ചാൽ അപ്പോൾ ഉള്ള സാധനമാണെന്ന് കിട്ടുള്ളൂ, ഉണ്ടാക്കണ്ട, ഞാൻ പണ്ട് മറന്നിരിക്കുന്നു. അത് കിട്ടാനായിട്ട് നീ ശ്രമിച്ചാൽ എന്ത് ചെയ്യുന്നു? ധനഞ്ജയ അർജുനോട് പറയുന്നു, ഇങ്ങനെ ചെയ്താലും കിട്ടും. നമുക്ക് ഓരോന്നിലും ഫലം പറയുന്നുണ്ട്. ഇപ്പോൾ 8 മയ്യേവ മന ആദൽസ്വ മയി ബുദ്ധി നിവേശയ നിവസിഷ്യസി വയ്യേവ അത ഊർധ്വം ന സംശയ. പിന്നെ മേൽഗതി സംശയമില്ല. ഓരോന്നിനും അതിൻ്റെ ഫലം ആ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. 2-ൽ 9 എന്താ പറയുന്നത്? അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം. എന്നെ അങ്ങനെ സ്ഥിരമായിട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യുക? അഭ്യാസയോഗേന. അഭ്യാസം എന്തിന്? യോഗത്തിന് വേണ്ടി അഭ്യാസയോഗേന തതോ മാം ഇച്ഛാപ്തും, എന്നെ ചെയ്താൽ ധനഞ്ജയ, അപ്പോഴും കിട്ടും. പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പറയുന്നു ഇതും വയ്യ. ഭഗവാൻ എന്നത് അതിലും ചെറുത് അതിലും ചെറുത് അങ്ങനെ പറഞ്ഞു. അവിടെ നിന്നും അഭ്യാസേപ്യസമർത്ഥോസി മൽക്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിം അവാപ്സസി. അഭ്യാസേ അപി അസമർത്ഥ അസി. ഇങ്ങനെ സമത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നീ അസമർത്ഥനാണ് എങ്കിൽ എന്ത് ചെയ്താൽ മതി? മൽക്കർമ്മ പരമോ ഭവ, എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടിയാണ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു. ഉദ്ദേശം ഫലപ്രാപ്തി ഈശ്വര സാക്ഷാത്കാരമാണ്, അല്ലാണ്ട് നിസ്സാരമായ ശാരീരിക മാനസിക ബുദ്ധിപരമായ ഫലമല്ല, അതൊന്നൊക്കെ മേലല്ല. അത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? മദർത്ഥം. അപ്പോൾ അഭ്യാസയോഗ മദർത്ഥമപി കർമാണി, അതായത് മദർത്ഥം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി, നമ്മളൊക്കെ നമുക്ക് വേണ്ടി വെച്ചാൽ എനിക്ക് വല്ല ഉപകാരമൊക്കെ ചെയ്യുന്ന വരികയാണ്. ഭഗവാൻ ഒരു കർമ്മം ആവശ്യമില്ല. മദർത്ഥം അപിച്ചാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ, ഞാൻ ആരാന്ന് മനസ്സിലാക്കാൻ. അതിന് മദർത്ഥമപി കർമാണി കുർവൻ ചെയ്താൽ സിദ്ധിം അവാപ്സസി. സിദ്ധിച്ച അതിൻ്റെ ഫലം കിട്ടും. ഇങ്ങനെ ആയാലും അത്. അപ്പോൾ ഇത് പറഞ്ഞു കേട്ട തോന്നും ആദ്യത്തത് വെയ്യെങ്കിൽ രണ്ടാമത്, രണ്ടാമത് 3, അങ്ങനെ അർത്ഥമില്ല. ഓരോന്നും കിട്ടുമെന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താണ്? മയ്യേവ മന അധൽസ്വ, മനസ്സും ബുദ്ധി വയ്ക്കലേ. അത് വെയ്യെങ്കിൽ എന്താണ്? അഭ്യാസയോഗം ചെയ്യാൻ പറയും അല്ലേ? അതും വെയ്യെങ്കിൽ എല്ലാ കർമ്മങ്ങളും ഈശ്വര അർപ്പണമായിട്ട് ചെയ്യാൻ പറയും. എത്ര എളുപ്പത്തിലാണ് പറഞ്ഞത്? ഏതെങ്കിലും ഒന്ന്. ആദ്യത്തത് മനസ്സും ബുദ്ധി ഇരിക്കണില്ല, വേണ്ട, സമത്വം ഉണ്ടാവണേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യൂ പ്രവൃത്തി. അതും വയ്യ. എന്നാൽ എന്തൊക്കെ കർമ്മം ചെയ്യണോ അതൊക്കെ ഈശ്വരന് വേണ്ടിയാണ് ചെയ്യണതെന്ന് വിചാരിക്കും. അങ്ങനെ 3 ഉണ്ടല്ലോ. അതിലൊക്കെ ഓരോന്നിനും ഫലവും പറഞ്ഞു. അപ്പോൾ കണ്ടാൽ തോന്നും 8 വയ്യ. 8ാമത്തെ മനസ്സ് വയ്ക്കുമെങ്കിൽ പിന്നെ അഭ്യാസയോഗം, അത് വയ്യെങ്കിൽ ഭഗവത് കർമ്മം. ഇനി അടുത്ത പറഞ്ഞു അതൈതപ്യശോക്തോസി കർത്തും മദ്യോഗം ആശ്രിത സർവകർമ്മഫലത്യാഗം തതക്കുരു യഥാത്മവൻ. ഈ പറഞ്ഞ 3 വയ്യ ഒരാൾക്ക്. അതൈതപ്യശക്തോസി കർത്തും മത് യോഗം ആശ്രിത, എൻ്റെ യോഗത്തെ, അതായത് ഭഗവാനെ തന്നെ മാത്രം വിചാരിച്ചു ആശ്രയിക്കുക. അതാണ് അതിൽ നിന്നിട്ടല്ലേ ഒക്കെ ചെയ്യാൻ പറ്റൂ. ഈ ആശ്രയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടിത്തറ. അതിനെ ആശ്രിത. ഇപ്പം എന്ത് ചെയ്യുന്നു? സർവകർമ്മഫലത്യാഗം. ഒരു കാര്യം ചെയ്യും, ഒന്ന് വെങ്കിലുമില്ല, കർമ്മഫലത്യാഗം ചെയ്യും. കർമ്മത്യാഗമല്ല കേട്ടോ. പലരും വിചാരിക്കുന്നത് കർമ്മം ത്യജിച്ചാൽ പിന്നെ ഫലം ത്യജിക്കാനുള്ളത്. കർമ്മം ചെയ്തിട്ട് ഫലത്യാഗം എന്ന് പറഞ്ഞാൽ ഫലം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഫലം ഉണ്ടായിട്ടുകൊണ്ട് ത്യജിക്കാൻ. അപ്പം കർമ്മം ചെയ്താൽ ഫലം ഉണ്ടാവണം എന്ന അർത്ഥം ഒന്നുമില്ല അല്ലേ? പലരും വിചാരിച്ചുള്ളത് കർമ്മഫലത്യാഗം ആകണ്ട് കളയാന്ന ഉണ്ടാക്കിയിട്ട്. അതല്ല, ഫലം ഉണ്ടാവണം. കർമ്മം ചെയ്തിട്ട് ഫലം ഉണ്ടാവണം. ആ ഫലം എനിക്ക് കിട്ടണം എന്ന സങ്കുചിതത്വം വരുമ്പോഴാണ് ഇവിടുത്തെ ദുഃഖമൊക്കെ വരുന്നത്. അതില്ല, ഈശ്വരാർപ്പണമായിട്ട് എല്ലാവർക്കും തന്നെയാണ് എന്ന് വിചാരിച്ചാൽ അയാളെയാണല്ലോ മഹാത്മാവ് പറയുക. സാധാരണ ധാരാളം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ആളെയല്ലേ കേമൻ പറയുക. അപ്പോൾ സർവകർമ്മഫലത്യാഗം, എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് ഫലത്തെ മാത്രം. എന്നിട്ടോ തഥ കുരു യഥാത്മവൻ. യഥാത്മവൻ വെച്ചാൽ യത്നിച്ചിട്ടുമുണ്ട്, മനസ്സിനെ ഒതുക്കിയുമുണ്ട്. നീ അങ്ങനെ കർമ്മം ചെയ്യേ. ശ്രദ്ധിച്ചു നോക്കൂ, ഇതിൽ ഫലം പറഞ്ഞിട്ടില്ല. ഈ 11ാമത്തെ ശ്ലോകത്തിൽ
നീ എന്ത് ചെയ്യണം? എൻ്റെ യോഗം ആശ്രയിച്ചിട്ട് സർവകർമ്മഫലത്യാഗം, പണി ചെയ്യുമെന്ന് മാത്രം. അതായത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ശ്ലോകം വ്യക്തമായിട്ടും കർമ്മയോഗമാണ് ആണല്ലോ. കർമ്മയോഗത്തിൽ കർമ്മം ചെയ്യാതിരിക്കില്ല. കർമ്മം ചെയ്തിട്ട് ഫലം ഉണ്ടായിട്ട് അത് എനിക്ക് മാത്രം വേണം എന്ന് വിചാരിക്കാണ്ട് സർവർക്കും കൊടുക്കുന്നതിൻ്റെ പേരാണല്ലോ കർമ്മയോഗം. അല്ലാണ്ട് കർമ്മം ചെയ്യാതിരിക്കില്ലല്ല, ഫലം ഇല്ലാതിരിക്കില്ലല്ല. കർമ്മം ചെയ്യണം, ഫലം ഉണ്ടാവണം, ധാരാളം ഉണ്ടാവണം, അതിൽ എനിക്ക് മാത്രം വേണം. അതായത് വാസ്തവത്തിൽ പറഞ്ഞാൽ കർമ്മയോഗത്തിൽ മമത വിടൽ എന്നർത്ഥം. ഇപ്പം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് മമതയാണ്. ആ മമത വിട്ടാൽ എന്തായി? അഹന്തയും പോയി. അപ്പോൾ പിന്നെ ഈശ്വര സാക്ഷാത്കാരം കിട്ടുമല്ലോ. ഈ 11ാം ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് കർമ്മയോഗത്തെ പറ്റി പറയും. അപ്പം നമുക്ക് തോന്നും, ഈ 3 പറ്റില്ലെങ്കിലാണോ ഇത് വേണ്ടത്? ഭക്തിയുടെ കാര്യങ്ങൾ 3 പറഞ്ഞല്ലോ. ആ 3 തരാത്ത ആളുകളാണോ ഈ ഭക്തിയോഗം എന്നൊരു സംശയം സാധാരണ ഉണ്ടാവും. മാത്രമല്ല ഈ 11ാം ശ്ലോകത്തിൽ അതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ വലിയ ഫലമൊന്നും ഇല്ലായിരിക്കുമോ എന്ന് തോന്നും. അങ്ങനെയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ശ്ലോകം ഇങ്ങനെ ചെയ്തവൻ്റെ ഫലം എന്താന്ന് ഒരു ശ്ലോകത്തിൽ മുഴുവൻ അതാ പറയാൻ പോണം. കർമ്മയോഗത്തിൻ്റെ ഫലം അവിടെ പറയപ്പെടണം. എന്താണ് നോക്കൂ. ശ്രേയോഹി ജ്ഞാനം അഭ്യാസാൽ ജ്ഞാനം ശ്രേയോഹി ജ്ഞാനം അഭ്യാസാൽ ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാൽ കർമ്മഫലത്യാഗ ത്യാഗാച്ഛാന്തിരനന്തരം 12 ഭക്തിയോഗ പറയുന്നത് വന്നു ചെല്ലുന്നത് കർമ്മയോഗത്തിലാണ്. എന്താണത്? ശ്രേയോഹി, ശ്രേയസ്സും പ്രേയസ്സും അറിയില്ലേ? പ്രേയസ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളിൽ ഉള്ള കിട്ടുന്നത് അല്ല, അത് മാത്രം. ശ്രേയസ് എന്ന് വെച്ചാൽ നിത്യമായ കാര്യങ്ങൾ. ഇവർക്കൊക്കെ അറിയേണ്ടത് ശ്രേയസ് എന്താണെന്നാണ്. സാധാരണക്കാരന് പ്രേയസ്, സുഖസൗകര്യങ്ങൾ കിട്ടുക, അതല്ല. ശ്രേയസ് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്. ശ്രേയോഹി ആണ് ഇത്. ശ്രേയോഹി ജ്ഞാനം അഭ്യാസാൽ, ജ്ഞാനത്തേക്കാൾ അഭ്യാസം, അഭ്യാസാൽ ധ്യാനം. അപ്പോൾ ഇവിടെ മുമ്പ് പറഞ്ഞ 3 കാര്യങ്ങൾ ജ്ഞാനത്തേക്കാൾ, ജ്ഞാനം മനസ്സിരുത്തണം. ജ്ഞാനയോഗം എന്ന് പറഞ്ഞിട്ടില്ല, വെറും ജ്ഞാനാണ്. ജ്ഞാനത്തേക്കാൾ അഭ്യാസം, യോഗം പറഞ്ഞിട്ടില്ല. യോഗത്തിനെ വിട്ടിട്ടുണ്ട്. യോഗം അവിടെ ആവശ്യം. ജ്ഞാനത്തേക്കാൾ അഭ്യാസം, അഭ്യാസത്തേക്കാൾ ധ്യാനം, വിശിഷ്യത എന്നേ പറഞ്ഞിട്ടുള്ളൂ. യോഗം എന്നതൊക്കെ ഒന്നാ. കാരണം ഒന്നായി പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ജ്ഞാനവും അഭ്യാസവും എല്ലാ കാര്യങ്ങളും ഒന്നായിട്ട് വരും. ഇവിടെ അത് വിട്ടിട്ട് ധ്യാനാൽ കർമ്മ, ആ ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗം. എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല. കാരണം കർമ്മത്യാഗമല്ല, കർമ്മഫലത്യാഗം. കർമ്മം ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റില്ല. കർമ്മം ചെയ്താൽ ഫലം ഉണ്ടാവാതെ വയ്യ. ആ ഫലം എനിക്ക് വേണം എന്ന് തോന്നുന്നതാണ് മമത. ഞാനായി ചെയ്തത് എന്നുള്ള അഹങ്കാരം. ജീവിതത്തിൽ എല്ലാ ദുഃഖത്തിൻ്റെയും മൗലിക കാരണം ഈ അഹന്തയും മമതയാണ്. അതിൽ മമത വിടാൻ ആണ് എളുപ്പം. അഹന്ത അത്ര വേഗം പോവില്ല. അപ്പം മമത വിടുകച്ചാൽ ഈ ഫലം എൻ്റെ മാത്രമാണെന്നല്ല, എല്ലാവരുടെയും ആണെന്ന് വെച്ചാൽ മമത പോയി. മമത പോയാൽ എല്ലാവരുടെയും ആണല്ലോ. അപ്പം ഞാൻ എന്നുള്ള പ്രത്യേകതയില്ല. അപ്പോൾ അഹന്ത പോവും. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ വിഹായ കാമൻ യസ്സർവൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തി മതി ഗച്ഛതി എന്ന് പറയാൻ കാരണം. അവിടെ ആദ്യം എന്ന് പറഞ്ഞു, വിഹായ കാമാൻ, എല്ലാ കാമങ്ങളെയും വിടൂ. സർവൻ പുമാംശ്ചരതി നിസ്പൃഹ, എന്നിട്ട് സ്പൃഹ ഇല്ലാതെ. അവിടെ ആ സ്പൃഹയ്ക്ക് കാമം തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാമങ്ങളും വിട്ടാലും ഞാൻ ജീവിച്ചിരിക്കണം എന്നൊരു മോഹം ഉണ്ടാവും. അതും നിങ്ങൾ മോഹിക്കേണ്ട, ഈശ്വരൻ്റെയാണ്, മരിക്കണമെന്നില്ല. ആ സ്പൃഹയും വിടൂ. എന്നിട്ട് എന്താന്ന് പറഞ്ഞു? നിർമ്മമോ, കാമങ്ങൾ വിടുന്നത് നിർമ്മമോ, സ്പൃഹ വിടുന്നത് അഹങ്കാരം. നിർമ്മമോ നിരഹങ്കാര സ ശാന്തി അധികച്ഛതി. അവൻ ശാന്തിയെ വെച്ചാൽ അനക്കമില്ലാത്ത സ്ഥിതിയെ, പൂർണ്ണതയെ. അതാണ് നമ്മൾ ശാന്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ 17-ലാണ് ഇത് വരിക. മനസ്സിൻ്റെ ഒതുക്കത്തെയാണ് ശാന്തി എന്ന് പറയുന്നത്. ശരീരം ഒതുക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ശാന്തനായിട്ടിരിക്കുമെന്ന് തോന്നാൽ, പക്ഷെ 1000 വിചാരങ്ങളുണ്ടാവും ഉള്ളിൽ, ദുഃഖങ്ങളുണ്ടാവും. മറ്റു 100 പണിയെടുക്കവും മനസ്സിന് യാതൊരു പരിഭവമില്ല. അയാളാ ശാന്തൻ, ഈ ഇരിക്കുന്ന ആളല്ല. ഇത് ശാരീരിക ശാന്തിയാണ്, മറ്റേത് മാനസിക ശാന്തിയാണ്. ആ ശാന്തി സാധിക്കുന്നു പറഞ്ഞു. ഇയാൾക്ക് ആർക്ക്? കർമ്മഫലം ത്യജിച്ചാൽ. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതിലും ഈ ഫലം എനിക്ക് കിട്ടിയത് വേറെ ആരെങ്കിലും കൊണ്ടുപോകുമോ, എനിക്ക് കിട്ടാണ്ട് വരുമോ, അല്ലെങ്കിൽ ഇത് ചുരുങ്ങുമോ എന്നൊക്കെ വിചാരണം. ഇവിടെ ആകെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ പ്രവൃത്തി, ഡ്യൂട്ടി, കർത്തവ്യം ശരിക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫലം ഉണ്ടാവാണ്ട് വയ്യ. നേരെ ചെയ്താൽ ഇപ്പോൾ തെങ്ങ് വെച്ചിട്ട് വേണ്ടമായി ശുശ്രൂഷ നാളികേരം ഉണ്ടാവേണ്ട വയ്യ. നമ്മൾ പറയൊന്നും വേണ്ട.
പ്രശ്നം വരുന്നത് നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട കർമ്മത്തിലല്ല ശ്രദ്ധ, ഫലത്തിലാണ്. അപ്പോഴാണ് ഫലം ചുരുങ്ങേണ്ടത്. നേരെ കുറച്ച് ഫലം കൂടുക ചെയ്യുക. അങ്ങനെ സർവകർമ്മ ധ്യാന കർമ്മഫല ത്യാഗ ശാന്തി അനന്തരം. ത്യജിച്ചാൽ ശാന്തി അനന്തരം ഉടനെ. എന്താ ത്യജിക്കേണ്ടത്? അതോ അഹന്തയും മമതയെ ത്യജിക്കാനാണ് പറഞ്ഞത്, അല്ലാണ്ട് ഫലമല്ല. ഞാൻ ഈ ശരീരമാണ് ഈശ്വരന് വിട്ട ഒന്നാണ് എന്ന തെറ്റിദ്ധാരണയാണല്ലോ അഹന്ത. അതങ്ങോട്ട് പോയാൽ ഞാൻ ഒന്നാണ്. ഇപ്പോൾ സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ആ സമുദ്രത്തിൽ നിന്ന് മാറി നിന്നാൽ അതിന് ശക്തനല്ല, 2 മിനിറ്റ് കൊണ്ട് അത് ചിലപ്പോൾ ആവിയായിട്ട് പോകും, നശിച്ചു പോകും. ആ വെള്ളം തന്നെ ഈ സമുദ്രത്തിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് നാശല്യ. കാരണം സാധിക്കുമല്ലോ. നമ്മളിപ്പോൾ ഈ സമുദ്രത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന തുള്ളി പോലെയാണിപ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖമൊക്കെ വരുന്നത്. അത് ഈശ്വരനോട് മനസ്സുകൊണ്ടല്ലേ വയ്ക്കൂ. അങ്ങനെ ചേർന്നാൽ സമുദ്രം പോലെയും നമ്മളാരായി പൂർണ്ണനായി. ആ പൂർണ്ണത കിട്ടുക. അതിന് ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് വേണം? വെള്ളത്തിന് അങ്ങോട്ട് എത്തണമല്ലോ. അതാ കർമ്മം. ഈശ്വരനിലേക്ക് എത്താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പേരാണ് കർമ്മം. അതാണ് കർമ്മയോഗം. അല്ലാണ്ട് എന്തെങ്കിലും ചെയ്യുക ഒന്നാവാൻ ചെയ്യുമ്പോൾ ഫലം എനിക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരിൽ നിന്ന് വിട്ടുകൊടുക്കില്ലേ? എല്ലാവർക്കും ഫലം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഒന്നായില്ലോ. എല്ലാവർക്കുമാണ് കർമ്മം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നില്ലേ, മനസ്സിൻ്റെ ഇതുണ്ടാവുള്ളൂ. അത് സാധിച്ചാൽ പിന്നെ അയാൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഭക്തിയോഗത്തിലെ 12ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് കർമ്മയോഗമാണ് ഏറ്റവും വലിയ ഭക്തി എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചു. രസം തോന്നുന്നു നമുക്ക്. 4ാം അധ്യായത്തിൽ കർമ്മയോഗം പറയുമ്പോൾ അവിടെ എല്ലാവരിലും വലുത് നല്ലത് ജ്ഞാനമാണെന്ന് പറയും അല്ലേ? ജ്ഞാനം കൊണ്ട് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ കുരുതേ അർജുന എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കർമ്മയോഗം പറയുമ്പോൾ ജ്ഞാനമാണ് മേലെ എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് ഭക്തിയോഗത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എന്ത് തോന്നുന്നു? കർമ്മയോഗ മേലെ എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ ഈ 12ാം ശ്ലോകം ആരാണോ അങ്ങനെ ഈ നിഷ്കാമകർമ്മം ചെയ്തത് അയാളാണ് ഏറ്റവും മഹത്തായ കാര്യം എന്നാണല്ലോ ഇവിടെ പറയുന്നത്. ഇനി 15ാം അധ്യായത്തിൽ ജ്ഞാനയോഗം പറയും. അവിടെ 19 മുതൽ ആരാണോ ഇങ്ങനെ എല്ലാം അറിയുന്നത് അയാളാണ്, അല്ലെങ്കിൽ അവിടെ ഭക്തനാണ് കേമെന്ന. അവിടെ സർവഭാവേന ഭജതി മാം, എല്ലാ ഭാവങ്ങളെ കൊണ്ടും എന്നെ ഭജിക്കുന്നു. അപ്പം ഗീത ഒന്ന് വേറെയല്ല. കർമ്മയോഗത്തിൽ ജ്ഞാനത്തിനെ പറഞ്ഞു, ഭക്തിയോഗത്തിൽ കർമ്മത്തിനെ പറഞ്ഞു, ജ്ഞാനയോഗത്തിൽ ഭക്തിയെ പറ്റി പറഞ്ഞു. ഇതൊക്കെ ഒന്നാണ്, വ്യത്യാസമില്ല. അതെ, നമ്മളുടെ ഭാവനയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നിട്ട് ഇത്രയും അതെ എനിക്കായിട്ട് സുഖമില്ല, അടുത്തുള്ള ആൾക്ക് ദുഃഖമാണ്, എല്ലാ ദിക്കിലും സുഖപ്പെടാതിരിക്കുക. ഞാൻ ഇവിടെ എങ്ങനെയാണ് സുഖമായിട്ടിരിക്കുക? അടുത്തുള്ള ആൾക്ക് സുഖമായല്ലേ എനിക്കാവുള്ളൂ. നമ്മൾ ഈ സ്വന്തം എന്ന് വിചാരിക്കുമ്പോൾ ബുദ്ധിമുട്ട്. ഈ 12 ശ്ലോകങ്ങളെ കൊണ്ട് ഈ കാര്യം കഴിഞ്ഞിട്ട് ഇനി ഭഗവാൻ 8 ശ്ലോകങ്ങളുണ്ട്. അതിൽ 7 ശ്ലോകത്തിൽ ഭക്തനെ പറ്റി എന്താണെന്ന് പറയാം. എന്നിട്ട് അവസാനം ഇതിൽ ഈ സഗുണ ഭക്തനാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോകണം. തുടക്കം തന്നെ അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മൽഭക്ത സമേ പ്രിയ. വളരെ മനസ്സിലെത്താം, അത്ര കേമുണ്ട്. ആദ്യത്തെ വാക്ക് ആരായി? ഭക്തൻ. അദ്വേഷ്ട, ഒരാളോടും ദ്വേഷം തോന്നാത്തവൻ. എനിക്കൊരിക്കലും എൻ്റെ കയ്യിനോട് ദ്വേഷം തോന്നില്ല, എൻ്റെ മൂക്കിനോടോ കഥ ഒന്നിനോടും ദ്വേഷം. കാരണം അതൊക്കെ എൻ്റെയാണ് അല്ലേ? മറ്റൊരാളോട് എനിക്ക് ദ്വേഷം തോന്നാം, എന്നോട് ദ്വേഷം വരില്ല. എന്തിനാണ് എൻ്റെ മനസ്സിനോട് ദ്വേഷം തോന്നും? എനിക്ക് എൻ്റെ ബുദ്ധിയോട് സാധിക്കും. എൻ്റേന്ന് പറയുന്ന ഒന്നിനോടും എനിക്ക് ദ്വേഷമില്ല അല്ലേ? എൻ്റേതല്ലാത്തതാണ് ആകുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ദ്വേഷം ഉണ്ടാവും. അപ്പോൾ എന്ത് വേണം? അദ്വേഷ്ട സർവഭൂതാനാന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഭൂതങ്ങളെ വെച്ചാൽ ഉണ്ടായത്. അപ്പോൾ വാസ്തവത്തിൽ ചരങ്ങളും അചരങ്ങളുമായ ഇപ്പോൾ ഈ കാണുന്ന ഈ മൈക്കിനോട് പോലും കൂടി എന്തുണ്ടാവാൻ പാടില്ല, ദേഷ്യം തോന്നാൻ പാടില്ല. അദ്വേഷ്ട സർവഭൂതാനം. ഒരാളോടും ഇത് എപ്പോഴേ സാധിക്കുള്ളൂ? അതോ പരമമായ ജ്ഞാനം, എല്ലാം വാസുദേവ സർവമിതി എന്ന് തോന്നുന്ന ആൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. മറ്റവർക്കൊക്കെ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ദ്വേഷം ഉണ്ടാവും. അപ്പോൾ ഭഗവാന്റെ ഭക്തനാവണമെങ്കിൽ എന്ത് വേണം?
കാണുന്നതെല്ലാം വാസുദേവ സർവമിതി ഈശ്വരനാണ് എന്ന് മനസ്സിൽ ഭാവം വെച്ച ആൾക്കേ ഭക്തനാവുന്ന ഭഗവാൻ പറഞ്ഞു. നമ്മൾ അമ്പലത്തിൽ പോകുന്ന ആളോ തീർത്ഥയാത്ര പോകുന്ന ആളോ ഒക്കെ ഭക്തനായിരിക്കുക, അതൊന്നും ഭഗവാൻ സമ്മതിച്ചിട്ടില്ല. ഇവിടെ അതൊക്കെ പൊക്കോളൂ, ഈ കാര്യം ഇല്ലെങ്കിൽ അതൊന്നും ഭക്തിയല്ല. ഇത് അവിടെ ഒന്നും പോണില്ല, ഇവിടെ ഇരുന്നിട്ട് ആരോടും ദ്വേഷമില്ലെങ്കിലോ എന്നാൽ അത് ഭക്തിയാണ്. അപ്പോൾ ഭക്തിക്ക് ബതിക്കലി പൂവേ വരുമൊന്നും വേണ്ട, ഇരുന്ന ദിക്കിൽ അദ്വേഷ്ട സർവഭൂതാനാം. വാക്കിനൊക്കെ വളരെ രസികമായ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ആരോടും ദ്വേഷമില്ല, അത് നിഷേധാത്മകമാണ്. ആരോടും ദ്വേഷമില്ല, അത് പോരാ പറയുക. മിത്രഭാവം വേണം എന്നാ ആദ്യം പറഞ്ഞത്. നിഷേധാണ് മിത്രഭാവം. അവിടെയും ചിന്തിക്കേണ്ടതുണ്ട്. മൈത്രീഭാവം തുല്യന്മാരോട് മാത്രമേ വയ്ക്കൂ, അല്ലാണ്ട് വ്യത്യാസമുള്ളവർ വയ്യ. ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ ജനറൽ മാനേജറും പ്യൂണും ഉണ്ടാവും. ആ പ്യൂണും ജനറൽ മാനേജറും തമ്മിൽ ബഹുമാനവും സ്നേഹവും അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവും. പക്ഷെ മൈത്രീഭാവം വയ്യ. മാനേജർ എപ്പോഴും ഈ പ്യൂണിൻ്റെ പോലെ അങ്ങനെ ഒപ്പം നടന്ന് പുറത്തേക്കൊന്നുമില്ല. അത് വേറൊരു മാനേജറുണ്ടെങ്കിൽ അവരോട് കൂടെ, അതുമാതിരി പ്യൂണുണ്ടെങ്കിൽ വേറെ കിലോ പ്യൂണും കൂടെ അവർ തമ്മില തുല്യഭാവം, സമത്വഭാവം. അപ്പോൾ ഭക്തന് എന്തുണ്ടാവണം? അദ്വേഷ്ട എന്നുള്ളത് വളരെ വലിയ കർന്നാണ്, വളരെ കർന്നാണ്. അത് എന്താണ്? മൈത്രഭാവണം, ഒക്കെ സമമാണ് എന്ന്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര. അപ്പോഴും സമഭാവനയുള്ളൂ, പോരാ പറയാ. കരുണ വേണമെന്നാ. അപ്പോൾ നമ്മൾ സ്നേഹിതനാണെങ്കിലും നിങ്ങൾ വിഷമിക്കുമ്പോൾ അത് സഹായിച്ചില്ലെങ്കിൽ അത് കാര്യമില്ല. മൈത്രി മനസ്സുകൊണ്ട് മതി. അദ്വേഷ്ട സർവ അത് ബുദ്ധിയാണ്. ബുദ്ധി കൊണ്ട് ഇല്ല ദ്വേഷമില്ല, മനസ്സുകൊണ്ട് മൈത്രിയുണ്ട്. ശരീരം കൊണ്ട് ചിലത് ചെയ്യണം എന്നേയുള്ളൂ. കാരുണ്യം കാണിക്കണം. എനിക്ക് നിങ്ങൾക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണം തന്നാൽ മാത്രമേ കരുണയുള്ളൂ. സ്നേഹിതനാണ്, നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, എന്തെങ്കിലും തരുന്നതാണ്. അപ്പോൾ മനസ്സിലാവുള്ളൂ രസികത്വം അതിൻ്റെ ഓരോന്നും. അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവച്ച. ഇത് വേണമെങ്കിൽ നിർമ്മമനും നിരഹങ്കാരനേ പറ്റുള്ളൂ. മമതയും അഹങ്കാരം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും പറ്റില്ല. കാരണം അഹങ്കാരം ഉണ്ടെങ്കിൽ അദ്വേഷനാവില്ല, മൈത്രീഭാവം ഉണ്ടാവില്ല, ഞാനാ മേലെ ഉണ്ടാവും, കാരുണ്യം കാണിക്കൂല. നിർമ്മമോ നിരഹങ്കാര. പിന്നെ അയാൾ എന്താവണം ഇങ്ങനെയുള്ളത്? ഇതെങ്ങനെയാണ് മനസ്സിലാവുക? അതോ സമ ദുഃഖ സുഖ ക്ഷമി. അയാൾ സമദുഃഖ, സുഖത്തിലും ദുഃഖത്തിലും സമാവും. സുഖവും ദുഃഖവും മനസ്സിൻ്റെയാണ്. അയാൾ മനസ്സിൽ നിന്ന് അകർന്ന ഭാഗത്താണ് നിൽക്കണം. അപ്പോൾ അയാൾക്ക് അത് വരില്ല. താഴ്ന്ന നിലയിലുള്ള മനസ്സിൻ്റെ ഭാവനയാണ് ഈ സുഖദുഃഖങ്ങളൊക്കെ. അയാൾ സുഖദുഃഖത്തിൻ്റെയും അപ്പുറത്താണ്. അയാൾക്ക് സുഖമില്ല ദുഃഖമില്ല, അയാൾ ആനന്ദം ചെയ്യണം, സുഖദുഃഖ. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ക്ഷമിക്കുക. ക്ഷമ രണ്ട് തരത്തിലുണ്ട്. ഒന്നിനും കൊള്ളരുതാണ്ട് അടി കൊള്ളുമ്പോൾ അങ്ങോട്ട് എല്ലാം ചെയ്യാണ്ട് ക്ഷമിക്കുക. അതിന് ക്ഷമാന്ന് അല്ല, ക്ഷമ തന്നെയാണ്, പക്ഷേ അത് താഴ്ന്നതാണ്. ശരിക്കുള്ള ക്ഷമ എങ്ങനെയുണ്ടോ? അങ്ങോട്ട് ദ്രോഹിക്കാനോ തല്ലാനോ കഴിവുണ്ടായിട്ട് ചെയ്യാതിരിക്കുക. അഹിംസ 3 തരത്തിലാണ് ഗാന്ധിജി പറഞ്ഞത്. അഹിംസ എന്ന് ക്ഷമാച്ച അഹിംസയാണല്ലോ. അതിൻ്റെ അർത്ഥം ആരെങ്കിലും തല്ലിയാൽ പിന്നെ കൊടുക്കുന്നതല്ല. അതിന് അത് ഞാൻ പറഞ്ഞത്, ഒന്നിൻ്റെ പേര് ഇങ്ങോട്ട് തല്ലി ആരെങ്കിലും, അപ്പോൾ അത് കൊണ്ടിട്ട് അങ്ങോട്ട് ചെയ്യണില്ലെങ്കിൽ അതിന് ക്ഷമ എന്നല്ല, അതിനെ പേര് ഭീരുത്വം എന്നതിന് പേരുള്ളൂ. അല്ലേ, മറ്റേ അങ്ങോട്ട് തല്ലി അപ്പോൾ അങ്ങോട്ട് അടിച്ചു, അതിന് ഹിംസ എന്നാ പേരുള്ളൂ. മൂന്നാമത് ഇങ്ങോട്ട് തല്ലി അങ്ങോട്ട് ഒരു തല്ലി അത് ചാവും, അത്ര ശക്തിയുണ്ട്. അതുകൊണ്ട് പാവം വിചാരിച്ചിട്ട് സാരമില്ല, തന്നെ ഒന്നും കാട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാൻ കഴിവുണ്ടായിട്ട് ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? ക്ഷമ. അഹിംസ ക്ഷമ ആണ്. ഈ ക്ഷമ പറഞ്ഞാൽ അഹിംസയാണല്ലോ. വാസ്തവത്തിൽ ഇനി അതിലൊന്നുകൂടി ഉണ്ട് അഹിംസയ്ക്ക്. നമുക്ക് ആരോടാ പ്രേമോ സ്നേഹമുള്ളത്? ആരും നമ്മൾ ഹിംസിക്കില്ല, ഇല്ല. അപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സ്നേഹഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷമ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റില്ല. അതാണുള്ള അദ്വേഷ്ട. നമുക്ക് ഓരോ വാക്കിനെ അദ്വേഷ്ട സർവഭൂതാനം, സർവജീവീനെന്നല്ല, ഭൂതങ്ങളെ ഭൂതാനം. മിത്രഭാവം ഉണ്ടാവും. കാരുണ്യം കാണിക്കണം. ഏവച്ച നിർമ്മമനാവണം, നിരഹങ്കാരം, സമദുഃഖത്തിൽ സുഖാവണം, ക്ഷമിയാവണം. പിന്നെ കഴിഞ്ഞിട്ടില്ല ക്ഷമി. സന്തുഷ്ട സതതം, എല്ലായ്പ്പോഴും സമ്യക്കാവും വേണം. സന്തോഷം എന്നാണ്, ദോഷമല്ല, വേണ്ട പോലെ സന്തോഷിക്കുക. എപ്പോൾ? സതതം. ഒരിക്കലെങ്കിലും ആ ഭക്തന് ദുഃഖം എന്ന ഒരു വികാരം വരികയില്ല. അങ്ങനെ സന്തുഷ്ട സതതം
യോഗി. കാരണം അയാൾ ഒന്നിച്ചിരിക്കുന്നു. യോഗം എന്ന് പറഞ്ഞാൽ സമത്വം യോഗി. അതെങ്ങനെ സാധിച്ചത്? ആത്മാവിനെ അയാൾ ഒതുക്കി. ആത്മാവിനെ വെച്ചാൽ മനസ്സ് അവിടെ ഇട്ടോ. ദൃഢനിശ്ചയ, നല്ല ഉറപ്പുണ്ട് നിശ്ചയ. അങ്ങനെയുള്ള മയ്യർപ്പിത മനോബുദ്ധി. ഇത് സാധിക്കണമെങ്കിൽ മുമ്പ് പറഞ്ഞ 8 പറഞ്ഞ മനസ്സും ബുദ്ധിയും പറഞ്ഞില്ലേ, അത് ചെയ്തവനാവണം. മയ്യർപ്പിത, എനിക്ക് വേണ്ടി അർപ്പിച്ച മനോബുദ്ധി. ഭക്ത, അയാളെയാണ് ഞാൻ ഭക്തൻ എന്ന് പറയാം. സ മേ പ്രിയ, അവനെ എനിക്ക് പ്രിയമാണ്. ഭഗവാന് പ്രിയം വെച്ചാൽ ഒരുപോലെയാണ്. സാമാന്യ ആളുകളൊക്കെ നമ്മൾ ഭക്തന്മാർ നമ്മളൊക്കെ തന്നെ പറയാം, നമുക്ക് ഭഗവാനെ പ്രിയാണ്. വലിയ കിട്ടിയാൽ കൊള്ളാൻ നോക്കേണ്ട സന്തോഷമുണ്ട്. കാരണം എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ ആവശ്യമാണ് അല്ലേ. ഭഗവാൻ ഇങ്ങോട്ട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കാറില്ല. ഭഗവാനെ അങ്ങോട്ട് പ്രിയ. ഇവിടെ ഈ എല്ലാ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നത് ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാന് ആരെയാ പ്രിയമുള്ളത്, അയാളെയാ ഭക്തൻ. അങ്ങനെ നോക്കിയാൽ നമ്മൾ പലരും കുടുങ്ങിക്കളി. കാരണം ഭഗവാന് നമ്മളെ പ്രിയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ പ്രയാസമാണ്. കാരണം അതുമായിരുന്നു അല്ല ചെയ്യുന്നത്. ഭഗവാന് പ്രിയം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പ്രിയം എന്ന് പറഞ്ഞാൽ ഒന്ന് തോന്നുക, ഭഗവാന് ഭക്തനെ തൻ്റെ സ്വന്തം ആളാണ് തോന്നുന്നതിൻ്റെ പേരാണ് പ്രിയം. നമ്മളങ്ങനെയല്ല, നമുക്ക് പലതും കിട്ടാണ്ട് അതിന് ഭഗവാനെ സ്വന്തം ആളാണെന്ന് പറയണ്. അതിനും ഭക്തി എന്ന് പറഞ്ഞാൽ പറ്റില്ല. അന്നല്ല എന്ന് പറയല്ല, അതൊരു നല്ല കാര്യം തന്നെ. അത്രയെങ്കിലും ആയല്ലോ, ഈശ്വരൻ സന്തോഷിച്ചാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്, അതിന് വലിയ കാര്യം. എങ്കിലും മനസ്സ് മുഴുവനും ഈശ്വരൻ. അപ്പോൾ ഇവിടെ ഒരു 4 തരത്തിൽ ആളുകളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 ശ്ലോകം കൊണ്ട് ഒരു തരത്തിലാണ് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം വേറൊന്ന് പറയണം. ഇത് തന്നെ, യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ജയ ഹർഷാമർഷമയോദ്യോഗർ മുക്തോ യമേ പ്രിയ. യസ്മാന്നോ ദ്വിജതേ ലോക, ആരിൽ നിന്നാണോ ലോകത്തിന് ഭയമില്ലാത്തത്? ലോകാന്നോ ലോകത്തിന്ന് ആരാക്കോ ഭയമില്ലാതിരിക്കുന്നത്? ഹർഷ അമർഷ ഭയ ഉദ്വേഗ മുക്തോ, ഇതൊന്നും ഇല്ലാണ്ട് സ മേ പ്രിയ. ഒരൊറ്റ ശ്ലോകത്ത് തന്നെ പ്രവചനം. നമ്മൾ വിചാരിക്കുള്ളത് ഇപ്പോൾ ഇവിടെ ആരിൽ നിന്നും ഭയമുണ്ടാവൻ. അങ്ങനെ ഒരാളുണ്ട്. ആരെയും ഭയമില്ല, അങ്ങനെയുള്ള ആൾ. അപ്പോൾ ആരെയും ഭയമില്ലാത്ത ആൾ ഭക്തനായി കൊള്ളുന്നില്ല. കാരണം ചിലപ്പോൾ ഈ കവലയിൽ നിൽക്കുന്ന തോന്നിവാസി തൊമ്മടിക്കണം, അവർക്ക് ആരെയും വലിയ. പക്ഷേ അയാളെ എല്ലാവർക്കും പേടിയാണ്, തലാൻ വരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് സോൾജർ യുദ്ധത്തിന് വരുമ്പോൾ അയാൾക്ക് ആരെയും പേടി ഉണ്ടാവാൻ പേടിയില്ല. പക്ഷെ അയാളെ ഇവർക്കൊക്കെ മറ്റവർക്കൊക്കെ പേടിയാണ്. അപ്പോൾ അത് പറ്റില്ല. ഇത് അങ്ങനെയല്ല എന്ന് കാണിക്കാനായിട്ട് ഭാഗവതത്തിലൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഹിരണ്യകശിപുവിൻ്റെയാണ്, പ്രഹ്ലാദൻ്റെ. ഹിരണ്യകശിപുവിനെ എല്ലാവർക്കും പേടിയാണ്. ഹിരണ്യകശിപുവിന് ആരെയും പേടിയില്ല. പക്ഷേ ഹിരണ്യകശിപുവിനെ നമ്മൾ അസുരൻ എന്നാ പറയുക, അല്ലാണ്ട് ഭക്തൻ എന്ന് പറയാറില്ല. ഹിരണ്യകശിപു ആരും ഭക്തനായിട്ടില്ല. കാരണം ആരെയും പേടിയില്ല ആൾക്ക്. പക്ഷെ ആളെ എല്ലാവർക്കും ഭയ. മകൻ്റെ പ്രഹ്ലാദൻ നേരെ വിപരീത. പ്രഹ്ലാദന് ഈ ഹിരണ്യകശിപുവിനെയും പേടിയില്ല. ആണ് അല്ല, പ്രഹ്ലാദനെ ആർക്കൊട്ട് പേടിക്കേണ്ടതുമില്ല. അതുകൊണ്ട് പ്രഹ്ലാദൻ ഭക്തനും ഹിരണ്യകശിപു രാക്ഷസനും വ്യത്യാസം. നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളൊക്കെ ഹിരണ്യകശിപു ആയിട്ടുള്ളൂ, ഭക്തനായിട്ടില്ല. നിങ്ങളെ ആർക്കും പേടി ഉണ്ടാവാൻ പാടില്ല, അപ്പം ഭക്തനായി. അത് പ്രഹ്ലാദനാണ്. യസ്മാന്നോ ഉദ്വിജതേ ലോകോ ലോകാന്നോ ഉദ്വിജതേ ചെയ്യാ. ലോകത്തിന് ഭക്തന് ഒരു പേടിയില്ല, ഭക്തന് ലോകത്തിനെ പറ്റിയും ഒരു പേടിയില്ല. ഹർഷാമർഷയോ ഉദ്വേഗൈ. ഹർഷം സന്തോഷിക്കുക, അമർഷം ദേഷ്യം വരിക, ഉദ്വേഗം ശ്വാസം വിടുന്നതാണ് വേഗത്തിൽ. അങ്ങനെ അതൊന്നും അതൊക്കെ മുക്തനാണ്. മുക്തൻ എന്ന് പറഞ്ഞാൽ വിട്ടവൻ. വാസ്തവത്തിൽ ഇപ്പം തന്നെ വിട്ടിട്ടാണ്. ഭഗവാൻ ഭാഗവത്തിൽ പറയും, എനിക്ക് മോചനമില്ല ബന്ധനമില്ല. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും. അയാളിപ്പോൾ വിട്ടു എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് അയാൾ ജയിലിലായിരുന്നു അർത്ഥം വരും അല്ലേ. അയാൾ വിട്ടു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അയാൾ ജയിലിലാണ്, എന്നാൽ അയാൾ ബദ്ധനാണ്. ഇനിയും ഇത് രണ്ടുമില്ല. അയാൾ എന്താണ് ജയിലിൽ തന്നെ പോയിട്ടില്ല. അപ്പോഴേ പിന്നെ അയാൾക്ക് വെക്കാണ്ടോ. അതുകൊണ്ടാണ് നാരായണീയത്തിൽ അവിടെ പറയുമ്പോൾ ബ്രഹ്മത്തിന് നിത്യമുക്തോ, എന്നും മുക്തനാ. നമ്മളൊക്കെ ഇടയ്ക്ക് ബദ്ധനും ഇടയ്ക്ക് മുക്തനാ, അങ്ങനെയുള്ളൂ. ഭക്തൻ അങ്ങനെയില്ല, നിത്യമുക്തൻ. കാരണം ഈശ്വരനെ വിട്ടിട്ടില്ല, പൂർണ്ണതയിലാണ്. അയാൾക്ക് എങ്ങനെയാണ് ബന്ധനം വരിക? മുക്തോ യമേ പ്രിയ. ആ ആളും എനിക്ക് പ്രിയനാണ്.
അപ്പോൾ രണ്ടാമത്തെ സെറ്റ് പറയും. അടുത്തത് അനപേക്ഷ ശുചിർ ദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭപരിത്യാഗി യോ മഭക്ത സമയപ്രിയ. ഒക്കെ വേറെ വേറെ തന്നെയാണ്. ഇവിടെ നിന്നാണ് അനപേക്ഷ, വളരെ വലിയ നല്ല വാക്ക്. ഒന്നിൻ്റെയും അപേക്ഷയില്ലാത്ത ലോകത്തിൽ രണ്ട് കാര്യങ്ങൾ കൂട്ടിയുള്ളൂ. നമ്മളൊക്കെ സാപേക്ഷമാണ്. ഒന്നിനെ ഭൂമിയെ അപേക്ഷിച്ചിട്ടേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഭൂമിക്ക് സൂര്യനെ അപേക്ഷിച്ചിട്ടേ ഉള്ളൂ, സൂര്യന് മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ചിട്ടുള്ളൂ, ആകാശത്തിൽ. ഇതങ്ങനെയില്ല, അനപേക്ഷ, ഒന്നിൻ്റെയും അപേക്ഷ വേണ്ട. ഈശ്വരൻ മാത്രമേ നിരപേക്ഷുള്ളൂ. ഇപ്പം നമ്മുടെ ശരീരം നോക്കിക്കോളൂ, ബോധമുണ്ടല്ലോ, ബോധത്തിന് ഒന്നിൻ്റെയും അപേക്ഷ വേണ്ട, എപ്പോഴും അവിടെ ഉണ്ട്, അത് പോണില്ല. ആ ബോധം ഒന്നങ്ങോട്ട് മാറി നിന്നാൽ, ബോധക്ഷയം വന്നാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല. ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, ഒക്കെ അവിടെ ഉണ്ട്, പക്ഷേ അതിനൊന്നും വിലയില്ല. ബോധമുണ്ടോ എന്നാൽ അല്ലാണ്ട്. അപ്പോൾ ബോധം നിരപേക്ഷവും മറ്റു കാര്യങ്ങളൊക്കെ സാപേക്ഷമാണ്. നമ്മളിപ്പോൾ ഈ സാപേക്ഷത്തിനോടാണ് നമുക്ക് മോഹമൊക്കെ ഉള്ളത്. അത് കാര്യമില്ല. ബോധം നാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അനപേക്ഷ, ഒന്നിൻ്റെ അപേക്ഷയില്ല. ശുചി എന്ന് പറഞ്ഞാൽ ശുചിത്വം എന്നുള്ള വാക്കിന് അർത്ഥം, ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അടിച്ചുവാരിയൊക്കെ വൃത്തിയാക്കാം. ശരിക്കും പറഞ്ഞത് വെക്കേണ്ട സാധനം വെക്കേണ്ട സ്ഥലത്ത് വെച്ചാൽ ശുചി ശ്രേപ്പെട്ടു. ഇപ്പോൾ ചപ്പ് ചവറാണെങ്കിൽ കമ്പോസ്റ്റ് ഇട്ടാൽ ശുചിയായ കമ്പോസ്റ്റ് വിറ്റാണ്. അത് ഇവിടെ ഈ മുറിയിലായ അശുചി. ഇനി കമ്പോസ്റ്റ് വിറ്റ് അശുചിയാവും. പറയുക കമ്പോസ്റ്റ് വിറ്റ് അതിൽ ഒരു കസാലിയും ഒരു മേശയൊക്കെ കൊണ്ടിട്ടാലോ, പൊട്ട കമ്പോസ്റ്റാണ്. അവിടെ അല്ല, അതിൻ്റെ സ്ഥലമല്ലതേ, അവിടെയല്ലോ മേശ, അത് വയ്ക്കണം. അപ്പോൾ ശുചി വെക്കേണ്ടത് സാധനം വെക്കത്ത് വെച്ചാൽ എന്തായി? ശുചിയായി. അപ്പോൾ ഇവിടെ മനസ്സിൻ്റെ കഥ, മനസ്സ് വെക്കേണ്ട സ്ഥലത്ത് വെച്ചാൽ എന്തായി? ശുചിയായി. വെക്കേണ്ടത് വെച്ചാലോ അശുചി. ഇപ്പോൾ നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കുന്നത്? നശിക്കുന്ന സ്ഥാനത്താണ് കൊണ്ട് വെച്ചുള്ളത്. അപ്പോൾ മനസ്സൊക്കെ അശുചിയാണ്. നേരെ മറിച്ച് ഈശ്വരനെങ്കിലേ വെച്ചാലോ ശുചി. അതാ ആ ശുചി അവിടെ. അനപേക്ഷ ശുചി. അപ്പം ദക്ഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിവുള്ള ദക്ഷ. ഉദാസീന, നമുക്ക് സാധാരണ ഉദാഹരണം മിണ്ടാണ്ടിരിക്കുന്ന ആളാണ്. ആസീന, ഇതെന്നെല്ലാം വിട്ട് മേലെ മുകളിലിരിക്കുന്ന ആൾ. ഈ മാറ്റം വരുന്ന ജീവിതത്തിൽ നിന്നും ബൗദ്ധികമായിട്ട് ശരീരം ഇവിടെ തന്നെയാണ്, മനസ്സും ഉദാസീനായിട്ട്. അപ്പോൾ അയാൾക്കെന്തായി? ഗതവ്യഥ, ദുഃഖം എന്നുള്ളത് അയാൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ചോട്ടിലൊക്കെ ഉണ്ടാവും ഗതവ്യഥ. സർവ്വ ആരംഭപരിത്യാഗി, അധികം ഒന്നും പ്രത്യേകിച്ച് ആരംഭിക്കില്ല. വന്നത് എന്താ വെച്ചാൽ അപ്പം അതിനെ ചെയ്യും. നമ്മൾ ഇന്നതൊക്കെ ചെയ്യണം, ഇന്നത് ചെയ്യണം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുക, അത് ബുദ്ധിമുട്ടാണ്. ഇതല്ല, ഈശ്വര ഗത്യ വന്നു ചേർന്ന് അതിന് പ്രവർത്തിക്കും. അല്ലെങ്കിൽ സർവ്വ ആരംഭപരിത്യാഗി യോ മത് ഭക്ത, ആരാണോ എൻ്റെ ഭക്തൻ, സ മേ പ്രിയ, അവൻ എനിക്ക് പ്രിയാണ്. വീണ്ടും വീണ്ടും പറഞ്ഞു ഭഗവാന് പ്രിയാണ് എന്നാണ്. ഭഗവാനെ പ്രിയമുണ്ട്, നമുക്ക് പ്രിയായാൽ പോരാ. സ മേ പ്രിയ. ഇനി യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യ സമയ പ്രിയാവും. വീണ്ടും വീണ്ടും പലതരത്തിൽ പറയുമ്പോഴും കാര്യം തന്നെയാണ്. യോ ന ഹൃഷ്യതി, ആരാണോ ചാടിത്തുള്ള സന്തോഷം കിട്ടിയ അതില്ല. ന ദ്വേഷ്ടി, ദ്വേഷിക്കുന്നില്ല. ന ശോചതി, ദുഃഖിക്കുന്നില്ല. ന കാംക്ഷതി, ആഗ്രഹിക്കുന്നില്ല. പല പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. അയാൾക്ക് സുഖം ദുഃഖം മാനം അപമാനം അല്ലെങ്കിൽ ചൂട് തണുപ്പ് ഇങ്ങനെയാണല്ലോ. ശീതോഷ്ണം സുഖ ദുഃഖയോ തഥാ മാനാപമാനം. ശീതം ഉഷ്ണം ശരീരത്തിൻ്റെ, സുഖം ദുഃഖം മനസ്സിൻ്റെ, മാനാപമാനം ബുദ്ധിയുടെ. ഈ ദ്വന്ദ്ങ്ങളൊന്നും അയാൾക്കില്ല. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി. ശുഭവും അശുഭവും എന്നൊക്കെ എവിടെയുള്ളൂ? പരിമിതമായ ജീവിതത്തിലെ ശുഭവും അശുഭമൊക്കെ ഉള്ളൂ. പൂർണ്ണതയിലെന്താ? ശുഭം അല്ല അശുഭം ഒന്നല്ല. ശുഭാശുഭ പരിത്യാഗി അങ്ങനെ ഭക്തിമാൻ, അങ്ങനെയുള്ള ആൾ സ മേ പ്രിയ, അയാളും എനിക്കിഷ്ടമാണ്. ഇനി അടുത്ത ഒന്നുകൂടി വളരെ പ്രധാനം. സമ ശാസ്ത്രൗച മിത്രേച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. വളരെ വിഷമമുള്ള ശ്ലോകം അത്. കാരണം ആദ്യം എനിക്ക് ആലോചിച്ചിട്ട് അർത്ഥം കിട്ടിയിരുന്നില്ല. സമ ശത്രുൗച മിത്ര, ശത്രുവിനോടും മിത്രത്തിനോടും സമാവുക വാസ്തവത്തിൽ സാധിക്കാത്തൊരു കാര്യം. അങ്ങനെ വയ്യ. അത് എന്താ ഇതിൻ്റെ അർത്ഥം വെച്ചാൽ, എനിക്ക് ധർമ്മപുത്രർക്ക് ദുര്യോധനൻ ശത്രുവായിരുന്നില്ല.
ദുര്യോധനന് ധർമ്മപുത്ര ശത്രുവായിരുന്നു. അതിനിപ്പോൾ ധർമ്മപുത്രം ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ അദ്ദേഹത്തെ അജാതശത്രു എന്ന് വിളിച്ചത്. സമശത്രുവച്ച മിത്രവച്ച, മനസ്സിൽ ശത്രുതയും മിത്രതയും ഉണ്ടല്ലോ, അങ്ങനെയൊന്നുമില്ല, ഒക്കെ ഒരുപോലെ. അപ്പോൾ ഭക്തനെ മറ്റൊരാൾ ശത്രുവാണെന്ന് കരുതാം, പക്ഷെ ഭക്തൻ അയാളെ ശത്രുവായിട്ട് കരുതില്ല, സ്നേഹിതനാണ്. കാരണം അയാൾ കാണുന്നതൊക്കെ ഈശ്വരനെയാണ്, അത് പറ്റില്ല. അല്ലെങ്കിൽ ഈ ശ്ലോകം പ്രായോഗികമല്ല. സമശത്രുവച മിത്രേജ എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഇതങ്ങനെയല്ല, നടക്കും. എപ്പോൾ? ശത്രുവും മിത്രവും ഒക്കെ നമ്മളുടെ സങ്കല്പമാണ്, അല്ലേ? ഇന്നത്തെ മിത്രൻ നാളത്തെ ശത്രുവാം, നാളത്തെ ശത്രു മിത്രമാവാം. അപ്പോൾ സങ്കല്പം കൊണ്ടായിട്ടില്ല, ആൾക്കൊന്നും വ്യത്യാസമില്ല. സമശത്രുവച മിത്രേജ തഥാ മാനാപമാനയോ. മാനവും അപമാനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബുദ്ധിയുടെ അളവാണ്. മാനിച്ച അളവ്. ഇത് ഞാൻ വളരെ ഉദ്യോഗസ്ഥനാണ്, വലിയ ക്യാമറ മാനം അപ്പോഴുണ്ടാവുക, അത് ഇല്ലാണ്ട് അപമാനം ഇടും. ഞാൻ അതൊന്നുമില്ലെങ്കിൽ തന്നെ ബഹുമാനനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും പ്രശ്നമില്ല, അവർക്കൊന്നും പോവാലുമില്ല. മനയോ സമശത്രുവോ തഥാ മാനാപാനയോ. ശീതോഷ്ണം നോക്കൂ, ആ ശരിക്ക് ഒന്ന് മനസ്സിൻ്റെ, മറ്റത് ബുദ്ധിയുടെ. ശീതോഷ്ണം എന്നുള്ളത് ശരീരത്തിൻ്റെ. സുഖേഷു സമ. അല്ല, എന്താ സാധിച്ചെങ്ങനെയത്? സംഘവർജിത, ഒട്ടലില്ല. ഇപ്പോൾ ശരീരം കൊണ്ട് ഒട്ടിയാൽ ശീതോഷ്ണം ഉണ്ടാവും, മനസ്സുകൊണ്ട് ഒട്ടിയാൽ സുഖദുഃഖം ഉണ്ടാവും, ബുദ്ധി കൊണ്ട് ഒട്ടിയാൽ മാനാപമാനം ഉണ്ടാവും. അപ്പോൾ ശരീരവും മനസ്സും ബുദ്ധിയായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിനോട്. ഇങ്ങോട്ട് വിട്ടിട്ട് പത്മപത്രം ഇവാംബസ. അപ്പോൾ അയാൾക്ക് ശീതവുമില്ല, ഉഷ്ണവുമില്ല, സുഖമില്ല, അങ്ങനെയുള്ള ആൾ ആണ് പറയാ. തുല്യനിന്ദ സ്തുതൻ മൗനി. നിന്ദ, ഇവിടെ കുറേ ദ്വന്ദ്ങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദ്വന്ദ്വാതീതനാണ് ഈ ഭക്തൻ. ദ്വന്ദ്വമുള്ള ആൾക്ക് സാധിക്കില്ല. തുല്യനിന്ദ സ്തുതി. നിന്ദയും സ്തുതിയൊക്കെ വാസ്തവത്തിൽ ബുദ്ധിയുടെയാണ്. ബുദ്ധിയിൽ അല്ലേ? തുല്യ കുട്ടിയെ നമ്മൾ ചെയ്തു പറഞ്ഞാൽ അതിന് അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാവില്ല, അതിന് അർത്ഥം തോന്നുന്നില്ല. മൗനി ചാലോ മിണ്ടാതിരിക്കുക വെച്ചാൽ എന്താ വെച്ചാൽ നാവോണ്ടല്ല, മനസ്സ് മിണ്ടാതിരിക്കുക, അതാണ് മൗനം. മൗനി. സന്തുഷ്ടോ ഏന കേനച്ചും. എന്തേ കിട്ടിയേ അതുകൊണ്ട് സന്തോഷിച്ചു. എതിർച്ഛാലാപസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്നത് പ്രതീക്ഷയില്ല. പ്രതീക്ഷ നമുക്ക് പോരാണ്ട് വരുമ്പോഴേ പ്രതീക്ഷയുള്ളൂ. എനിക്ക് ആ പ്രശ്നമില്ല. അത് ഏനകേനെ. അനികേത, വളരെ വിഷമമുള്ള ബുദ്ധിമുട്ടാണ്. നികേതനം, വീടില്ലാത്തവൻ എന്നാണ് പലരും ഇതിനർത്ഥം എടുക്കുക. നേരെ വിപരീത. അപ്പോൾ വീടില്ലാച്ച ഭഗവാൻ ഈ പക്കം വല്ല തെണ്ടി പറ്റിയ അല്ല, തെണ്ടി കിടക്കണമല്ല. അനികേത വെച്ചാൽ അദ്ദേഹത്തിൻ്റേതായ ഒരു പ്രത്യേക വീടില്ലാത്തവൻ. എല്ലാ വീടും അദ്ദേഹത്തിൻ്റെയാണ്. ഭക്തനെ ഓരോ വീട്ടുകാരും ക്ഷണിച്ചു ഇങ്ങോട്ട് ഇവിടെ താമസിക്കുവാണ്. അദ്ദേഹത്തിന് വീടില്ലാതെയല്ല, അദ്ദേഹത്തിൻ്റെ അല്ലാത്ത ഒരു വീടില്ലാത്തത്. ഇപ്പം നമുക്കൊക്കെ ഒരു പ്രത്യേക വീട് ഇന്ത്യയും മറ്റൊക്കെ വേറെ അറിയാം. അദ്ദേഹത്തിന് അങ്ങനെയില്ല, എല്ലാ വീടും അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ വീടില്ല അനികേത. അതിലെന്താണ്? സ്ഥിരമതി. അതാണ് മനസ്സ് ഉറച്ചിരിക്കണം. ആ അങ്ങനെയുള്ള ഭക്തിമാന്മേ യോ, ആ ഭഗവനും എനിക്ക് പ്രിയാണ്. ഇങ്ങനെ 7 ശ്ലോകങ്ങളിൽ ഭഗവാൻ ഭക്തൻ്റെ പ്രിയതയെ പറ്റി പറയും. ഇനി അവസാനം ഒരു കുട്ടിക്കലാശം ഉണ്ടാക്കുന്നത് ഏറെ രസമുണ്ടാകും. ഇപ്പം ഇവരൊക്കെ ഉണ്ടല്ലോ പൂർണ്ണത എത്തിയവരാ അല്ലേ? അവരെ പിന്നെ ഇപ്പോൾ ഭഗവാന് പ്രിയമുണ്ടോ ഇല്ലയോ ഒന്നും പറയണ്ട, ഭഗവാനല്ലാണ്ട് തന്നെ അവർ നിൽക്കണം. അവർക്കില്ല. നമ്മളെ പോലുള്ള ആളാണല്ലോ അതിന് ശ്രമിക്കുന്ന ആൾ, അയാളെയാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്നാണ് നീ പറയാൻ പോകണം അവസാനത്തെ ശ്ലോകത്തിൽ. അതേ വേണ്ടൂ, മറ്റവനെ പറയാനില്ല. കാരണം അവർ ഈശ്വര തുല്യനായി. അവർക്ക് ഈശ്വരന് വിട്ടിട്ട് ശരീരം ഉണ്ടെങ്കിലും മനസ്സും ബുദ്ധിയും അവിടെ ഈശ്വരല്ല. അപ്പോൾ അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല. അങ്ങനെയുള്ള ആളെയാണ് ഭഗവാന് പ്രിയ. കാരണം ഒന്നായില്ലോ, പ്രിയം വെച്ചാൽ ഒന്നാണ്. അതുകൊണ്ട് ഏതു ധർമ്മ്യാമൃതമിതം, ആ വാക്കൻ്റെ ധർമ്മ്യൻ്റെ അമൃത്, ധർമ്മത്തിൻ്റെ അമൃതം നശിക്കാത്ത അധികം രസമുള്ള അമൃത് പോലുള്ള കാര്യങ്ങളാണ് അർജുന ഞാൻ ഇതേവരെ നമുക്ക് പറഞ്ഞത്. ഇതം യഥോക്തം കഴിയണതിനനുസരിച്ച് പരിഭാസത്തെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു. ആരാണോ ഈ കാര്യങ്ങൾ അവനവൻ്റെ കഴിവിൻ്റെ അനുസരിച്ചിട്ട്, അത് അവിടെ സ്വോത്രമൊന്നും നടക്കില്ല. നല്ല കഴിവുണ്ടെങ്കിൽ അതന്നെ വേണ്ടി വരും. പരിവക്തേ എങ്ങനെ? ശ്രദ്ധധാന. ആ വാക്കിനൊരു പ്രത്യേകമുണ്ട്. ധർമ്മ്യ അമൃതം എന്നാണ് പറയുന്നത്. വളരെ രസമുള്ള വാക്കാണ്. അമൃതം ചെന്നർത്ഥം മാറ്റില്ലാത്തത്. ഈ ധർമ്മത്തിന് മാറ്റമില്ല. സാധാരണ ആളുകൾക്ക് അമൃതം വെച്ചാൽ കുടിക്കാനുള്ള എന്തോ നല്ല സാധനം എന്നാണ് വിചാരം. അതിലൊരു സുഖമുണ്ട്. അതല്ല ഇവിടെ. ഇത് ആ കുടിക്കാനും ചിന്തിക്കുമ്പോഴേ രസമൊക്കെ. അമൃതം അവിടെ ഇരുന്നാൽ പോലല്ലോ, കുടിച്ച് എൻ്റെ ഉള്ളിലേക്കാവണ്ടേ. അതുപോലെ ധർമ്മം പുറത്തിരുന്നാൽ പോരാ, എവിടെ വേണം? ഉള്ളിലേക്കാവണം. ധർമ്മ്യാമൃതം യഥോക്തം പറഞ്ഞ വരെ പര്യുപാസത ചെയ്തത്. ശ്രദ്ധ എങ്ങനെ? ശ്രദ്ധധാന, വളരെ ശ്രദ്ധ. മൽപരമ, എന്നിൽ നിന്ന് പരമമായ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ
ഭക്താസ്തേ, അങ്ങനെയുള്ള ഭക്താവൻ തേ അതീവമേ പ്രിയ, അവനെയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം. അപ്പോൾ പൂർണ്ണ ഭക്തനെ ഇഷ്ടമല്ല, ഭഗവാനും ഭക്തനും ഒന്നായി. ഇവിടെ ഭക്തിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുണ്ടല്ലോ, അയാളോടല്ലേ ഇഷ്ടം വേണ്ടു, പ്രേമം വേണ്ടു, ആ ആളെ അപ്പം നമുക്കൊക്കെ സമാധാനം കിട്ടും. മുമ്പ് ചെല്ലിയ പ്രകാരമാണ് ഭക്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങുന്നുണ്ട്. കാരണം നമ്മളവിടേക്കൊന്നും എത്തിയിട്ടില്ല, നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ നമ്മളെ മനസ്സിൽ ഇഷ്ടമില്ലാച്ച ബുദ്ധിമുട്ടാവില്ലേ, അതില്ല പറഞ്ഞു. ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാണ്ടേ ആരാണോ അതിനുവേണ്ടി ശ്രമിക്കുന്നത്, അപ്പോൾ നമ്മളൊക്കെയാണ് വാസ്തവത്തിൽ രസിക്കുന്നത്. എപ്പോഴും ഈ ഒരു പ്രവൃത്തി ശ്രമിക്കുമ്പോൾ അത് കിട്ടാനുള്ള ശ്രമത്തിലെ രസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 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 രസമില്ല. ഊണ് കഴിക്കാൻ സാധനം ഉണ്ടാക്കുക, തയ്യാറാക്കുക, ഇല വയ്ക്കുക, ഉറമ്പുക, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ട് ഊണായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഊണിന് രസമില്ല, പിന്നെ വിശക്കുമ്പോഴേ ആദ്യമുള്ളൂ. അതുപോലെ ഭഗവാൻ പറഞ്ഞത് ഭക്തി എന്ന് പറഞ്ഞത് ഇത് അവിടെ ചെന്നാൽ അപ്പം സാധിക്കും എന്ന് പറഞ്ഞ് വളരെ മഹത്തായ ഒരു അധ്യായമാണിത്. ഗാന്ധിജിക്ക് വരാറുള്ളത് 20 ശ്ലോകമേ ഉള്ളൂ. അതുകൊണ്ട് ഭക്തി വേണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ദിവസവും ഇത് പാരായണം ചെയ്യുമെങ്കിലും വേണം. അത് കഴിഞ്ഞ് പിന്നെ ശ്രദ്ധയോടുകൂടി അതിനെ മനനം ചെയ്ത് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടെങ്കിൽ അതിനാണല്ലോ ചെയ്യുന്നത്. ഇങ്ങനെ രണ്ടാമത്തെ ഒരു ഭാഗം അവസാനിക്കാൻ 12. ഇനി 6 ശ്ലോകം അധ്യായം വേറെ പ്രധാനമായിട്ടും ജ്ഞാനത വരെയാണ്. ഇത് ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർഷമുപാദേ ഭക്തിയോഗോ നാമ 12 ഹരി ഓം തത്സത്.